അതിലേത് ശരി ഏത് തെറ്റെന്നല്ല, സമൂഹത്തിന് അംഗീകരിക്കാൻ കഴിയാത്ത ഒരു പ്രയോഗമല്ല ഇതൊന്നും. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമായി നിന്നിട്ട് പൊടുന്നനവേ ഒരു രാഷ്ട്രീയ കാരണങ്ങളുമില്ലാതെ ഒരു രാഷ്ട്രീയ കച്ചവടത്തിൻ്റെ ഭാഗമായി മുന്നണി മാറുക, അത് ഓരോരുത്തർക്കും ആ ഒരു പ്രവൃത്തിയെ വിമർശിക്കാൻ കുറിക്കുകൊള്ളുന്ന ഒരു പ്രയോഗം എന്നുള്ള തരത്തിലാണ് ഉപയോഗിക്കുന്നത്. കേരളം ഒരു തെരഞ്ഞെടുപ്പ് ചൂടിൻ്റെ മധ്യത്തിലെത്തി നിൽക്കെ CPMൻ്റെ ജനറൽ സെക്രട്ടറി ശ്രീ MA ബേബി ഇന്ന് നമ്മുടെ അതിഥിയായി എത്തുകയാണ്. 24ൻ്റെ സ്റ്റുഡിയോയിലിരുന്ന് ശ്രീ MA ബേബി സമകാലീന തെരഞ്ഞെടുപ്പ് സംഭവങ്ങളെക്കുറിച്ച്, കേരളത്തിലെ രാഷ്ട്രീയത്തെക്കുറിച്ച്, ഇപ്പോഴത്തെ തെരഞ്ഞെടുപ്പ് രംഗത്തെ പ്രധാനപ്പെട്ട വിഷയങ്ങളെക്കുറിച്ച് മനസ്സ് തുറന്ന് സംസാരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ശ്രീ MA ബേബിക്ക് ഈ അഭിമുഖത്തിലേക്ക് സ്വാഗതം. വളരെ സന്തോഷം. നന്ദി. ശ്രീ ബേബി, ഇപ്പോൾ ഒരുപാട് തെരഞ്ഞെടുപ്പ് രംഗത്ത് ഒരുപാട് വിഷയങ്ങൾ ഇങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിലിപ്പോൾ പ്രധാനമായിട്ട് പ്രതിപക്ഷം അല്ലെങ്കിൽ UDF ഉന്നയിച്ചിരിക്കുന്ന ഒരു ആക്ഷേപം CPMഉം BJPയും തമ്മിൽ ഒരു ഡീലുണ്ട്. താങ്കൾ CPMൻ്റെ ദേശീയ സെക്രട്ടറിയാണ്. BJPക്കെതിരെ ഏറ്റവും വലിയ ഇത് നടത്തുന്ന ഇന്ത്യ സഖ്യത്തിൻ്റെ പ്രമുഖ നേതാവ് കൂടിയാണ്. രാഹുൽ ഗാന്ധി അടക്കമുള്ളവരൊക്കെ കൈകോർത്ത് നിൽക്കുന്ന ചിത്രങ്ങൾ വന്നിരുന്നു. അവിടെ നിങ്ങൾ കോൺഗ്രസുമായിട്ട് കൈകോർക്കുകയും ഇവിടെ കോൺഗ്രസുമായിട്ട് പോരാടുകയും ചെയ്യുന്നു. അതിനിടയിലാണ് ഈ ആരോപണം വന്നിരിക്കുന്നത്, നിങ്ങളുടെ അവിടുത്തെ ദേശീയ തലത്തിലെ ഏറ്റവും വലിയ കക്ഷിയുമായിട്ട് ഇവിടെ രഹസ്യ ഡീലുണ്ടെന്നുള്ളത്. എന്താണ് യാഥാർത്ഥ്യം? ഇതിൻ്റെ യാഥാർത്ഥ്യം, കോൺഗ്രസും UDFഉം BJPയുമായിട്ട് ഉണ്ടാക്കി പോന്നിട്ടുള്ള രഹസ്യമായ ഒപ്പം പരസ്യമായ സഹകരണങ്ങളുണ്ട്. സമീപകാലത്താണ് തങ്ങളുടെയൊക്കെ പത്രപ്രവർത്തന മേഖലയിൽ തന്നെ ഉണ്ടായിരുന്ന ഒരു അതികായൻ, അദ്ദേഹം രാഷ്ട്രീയ രംഗത്തേക്ക് വന്നു, ശ്രീ KP ഉണ്ണികൃഷ്ണൻ മരിച്ചത്. അദ്ദേഹത്തിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട എല്ലാ അനുസ്മരണങ്ങളിലും ഉണ്ടായിരുന്നൊരു കാര്യമുണ്ട്. 1991 ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായിട്ട് ശ്രീ KP ഉണ്ണികൃഷ്ണൻ വടകര പാർലമെൻറ്റ് സീറ്റിൽ മത്സരിക്കുമ്പോൾ അവിടെ BJPയുടെയും കോൺഗ്രസിൻ്റെയും ലീഗിൻ്റെയും പൊതു സ്ഥാനാർത്ഥിയായിരുന്നു. പരസ്യമായ കാര്യമാണ്, അഡ്വക്കേറ്റ് രത്നസിംഗ്. പക്ഷേ LDFൻ്റെ നേതൃത്വത്തിൽ ജനങ്ങളുടെ മുമ്പിൽ അത് തുറന്നു കാണിച്ച് LDFന് ജയിക്കാൻ കഴിഞ്ഞു. തൊട്ട് അടുത്ത് കോഴിക്കോട് ജില്ലയിൽ ബേപ്പൂർ അസംബ്ലി നിയോജക മണ്ഡലത്തിൽ RSSകാരനായ വിശ്വഹിന്ദു പരിഷത്ത് നേതാവ് ഡോക്ടർ മാധവൻകുട്ടിയായിരുന്നു കോൺഗ്രസിൻ്റെയും ലീഗിൻ്റെയും BJPയുടെയും സ്ഥാനാർത്ഥി. അന്ന് ഡോക്ടർ മാധവൻകുട്ടിക്ക് വേണ്ടി, വിശ്വഹിന്ദു പരിഷത്തുകാരന് വേണ്ടി, RSSകാരന് വേണ്ടി പ്രസംഗിക്കാൻ വന്ന മുസ്ലിം ലീഗ് നേതാവ് പറഞ്ഞത് ഈ മാധവൻകുട്ടി ഞങ്ങളുടെ തന്നെ കുട്ടിയാണെന്നാണ്. അവിടെയും CPMൻ്റെ നേതാവ് TK ഹംസ ഇവരുടെ സംയുക്ത സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്തി. മാധ്യമങ്ങൾ അതിനുപയോഗിച്ചിരുന്ന ഒരു ചുരുക്കപ്പേരുണ്ട്, കോലീബി, കോൺഗ്രസ് ലീഗ് BJP സഖ്യം. ഇക്കഴിഞ്ഞ ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ കൊല്ലം, തിരുവനന്തപുരം കോർപ്പറേഷനുകൾ LDFൽ നിന്ന് പിടിച്ചെടുക്കാൻ വേണ്ടി ഇവർ രണ്ടുപേരും തമ്മിലുണ്ടാക്കിയ ധാരണയുടെ കൂടുതൽ വിവരക്കണക്കുകൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. അതിൽ ഏറ്റവും വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്ന എന്താണ്, തിരുവനന്തപുരം കോർപ്പറേഷനിൽ 50% സീറ്റ് BJPക്ക് കിട്ടി. അതിന് സഹായിച്ച കോൺഗ്രസ്സിന് തിരുവനന്തപുരം കോർപ്പറേഷനിൽ തന്നെ സീറ്റ് വർദ്ധിച്ചു. കൊല്ലം കോർപ്പറേഷൻ CPMൽ നിന്ന് കോൺഗ്രസ്സിന് പിടിച്ചെടുക്കാൻ BJP സഹായിച്ചു. ആ സഹായത്തിനോടൊപ്പം തന്നെ നേതൃത്വം UDFന് കൊടുക്കാൻ BJP സഹകരിച്ചതിന് നന്ദിയായി തിരുവനന്തപുരം കോർപ്പറേഷനിൽ മാത്രമല്ല അവർ സഹകരിച്ചത്, കൊല്ലം കോർപ്പറേഷനിലും BJPയുടെ സീറ്റുകൾ വർദ്ധിപ്പിക്കാൻ കോൺഗ്രസും UDFും സഹകരിച്ചു. ഇതെല്ലാം നമ്മുടെ മുമ്പിലുണ്ട്. ഇനി നിയമം അസംബ്ലി സീറ്റിൽ എങ്ങനെയാണ് BJPയുടെ രാജഗോപാൽ ജയിച്ചതെന്നുള്ളതിൻ്റെ കണക്ക് ഞാൻ പറയണ്ടല്ലോ. അവിടുത്തെ വോട്ട് കണക്ക് ആർക്ക് നോക്കിയാലും മനസ്സിലാവും. ഇപ്പോൾ കേരളത്തിൽ നിന്ന് ലോക്സഭയിൽ BJPക്ക് ഒരു അംഗമുണ്ട്. ആ അംഗം എങ്ങനെയാണ് ജയിച്ചത്? ഏത് സീറ്റിലാണ് ജയിച്ചത്? കോൺഗ്രസിൻ്റെ സിറ്റിംഗ് സീറ്റ്, TN പ്രതാപൻ്റെ സീറ്റ്. താങ്കൾ പറയുന്നത് ഇതൊന്ന് അവസാനിപ്പിച്ചിട്ട് 1 മിനിറ്റ് പ്ലീസ്. അവിടെ TN പ്രതാപൻ ജയിക്കുമ്പോൾ UDFന് കിട്ടിയ വോട്ടിൽ നിന്ന് 1 ലക്ഷം വോട്ടാണ് കുറഞ്ഞത്. ജയിച്ച BJP സ്ഥാനാർത്ഥിക്ക് 75,000 ഭൂരിപക്ഷമാണ്. LDFോ 2 തിരഞ്ഞെടുപ്പുകളുമായി TN പ്രതാപനെതിരായി മത്സരിച്ച് LDF സ്ഥാനാർത്ഥി കിട്ടിയതിനേക്കാൾ 16,000 വോട്ട് BJP സ്ഥാനാർത്ഥി ജയിക്കുമ്പോൾ അവിടെ പരാജയപ്പെട്ട LDF സ്ഥാനാർത്ഥിക്കുണ്ടായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട അവസാനം പറയാനുള്ളത്, ഈ തെരഞ്ഞെടുപ്പിനും
മറ്റു രാഷ്ട്രീയ സംഭവവാസങ്ങൾക്കും ഇടയ്ക്ക് ഉത്തരേന്ത്യയിലെ ഒരു പ്രധാനപ്പെട്ട RSS നേതാവ്, സംഘപരിവാർ നേതാവ് ഒരു പ്രഖ്യാപനം നടത്തി. പിണറായി വിജയൻ്റെ തലം അറുത്തുകൊണ്ട് വരുന്നയാൾക്ക് 1 കോടി രൂപ ഇനാം കൊടുക്കും എന്ന് പ്രഖ്യാപിച്ചു. നമ്മൾ നാട് മുഴുവൻ ചർച്ച ചെയ്തതാണ്. മോഹൻ ഭഗത്ത് കഴിഞ്ഞ വിജയദശമി ദിനത്തിൽ ഒരു പ്രസ്താവന നടത്തി. എന്താ? CPIM ഇടതുപക്ഷവും ഇന്ത്യയിൽ ചില പ്രദേശങ്ങളിലായിരിക്കും പ്രധാനമായിട്ടുണ്ടാവുക, പക്ഷെ നമ്മുടെ പ്രധാനപ്പെട്ട ശത്രു പ്രത്യയശാസ്ത്രപരമായി കമ്മ്യൂണിസ്റ്റുകാരാണ്. ഇത് സംശയരഹിതമായി ഗോൾവൽക്കറുടെ പുസ്തകത്തിൽ വിചാരധാരയിൽ എഴുതി വച്ചിട്ടുണ്ട് 3 ആഭ്യന്തര ശത്രുക്കൾ. ആ ഗോൾവൽക്കറുടെ മുമ്പിൽ തൊഴുതു നിന്ന് കൈകൂപ്പി തൊഴുതു നിന്നയാളാണ് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ശ്രീ VD സതീശൻ. അദ്ദേഹത്തിന് ഈ തെളിവുകളെല്ലാം ജനങ്ങളുടെ മുമ്പിലുള്ളപ്പോൾ അദ്ദേഹം ഒരു കാര്യം ചെയ്യണമായിരുന്നു. കനകോലു ഉപദേശിക്കുന്നതിന് അനുസരിച്ച് ന്യൂനപക്ഷങ്ങൾ ധാരാളമുള്ള കേരളത്തിൽ ഇങ്ങനൊരു ആഖ്യാനം നടത്തിയാൽ അത്യാവശ്യം പ്രയോജനമുണ്ടാവും ധരിച്ചിട്ടാണല്ലോ ഇതെല്ലാം പറയുന്നത്. പക്ഷേ ഞങ്ങളെല്ലാം ആദരിക്കുന്ന ഇന്ത്യ ബ്ലോക്ക് യോഗത്തിൽ ഞങ്ങൾ ഒരുമിച്ച് പോയിരിക്കുന്ന മല്ലികാർജുൻ ഖാർഗെ എന്ന AICC പ്രസിഡന്റിനെ കൊണ്ടും ശ്രീ രാഹുൽ ഗാന്ധിയെ കൊണ്ടും ഈ അസംബന്ധം പറയിക്കാതിരിക്കാനുള്ള സാമാന്യ മര്യാദയെങ്കിലും ഈ ഗോൾവർക്കറുടെ ചിത്രത്തിന് മുമ്പിൽ തൊഴുന്ന ശ്രീ VD സതീശനും KC വേണുഗോപാലും സണ്ണി ജോസഫും രമേശ് ചെന്നിത്തലയും എല്ലാം കാണിക്കണമായിരുന്നു. താങ്കൾ വളരെ വിശദമായിട്ട് അതിനെക്കുറിച്ച് സംസാരിച്ചു. അതിൽ കൂടുതലും നേരത്തെയുള്ള ചിത്രമാണ്. ഇപ്പോഴത്തെ ചിത്രത്തിൽ ഇപ്പോൾ പാലക്കാടാണ് ഈ സതീശനടക്കമുള്ളവർ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. പാലക്കാട് താരതമ്യേന അറിയപ്പെടാത്ത ഒരു ബിസിനസ്സുകാരനെ അവിടെ സ്ഥാനാർത്ഥിയാക്കിയിരിക്കുന്നു. അതേസമയം ഒരു പൊളിറ്റിക്കൽ ഫൈറ്റ് കൊടുക്കേണ്ട സമയത്ത് ശോഭാ സുരേന്ദ്രൻ BJPയുടെ സ്ഥാനാർത്ഥിയാണ്. അവർക്ക് വിജയസാധ്യത ഉണ്ടാക്കുന്ന തരത്തിൽ ഒരു ആളെ കൊണ്ടുവന്നിരിക്കുന്നു, ഒരു ബിസിനസ് വ്യവസായിയെ. പാർട്ടിയുടെ വളരെ സ്ട്രോങ് കാൻഡിഡേറ്റ്സിനെ നിർത്താമായിരുന്നു. നേരത്തെ പറഞ്ഞ പോലെ ശിവൻകുട്ടിയെ ഇറക്കിയാണ് BJPയുടെ നിയമത്തെ ചലഞ്ചിനെ നിങ്ങൾ നേരിട്ടത്. ആ ഒരു ഇത് എന്തുകൊണ്ട് പാലക്കാട് ശോഭാ സുരേന്ദ്രൻ കഴിഞ്ഞ ഇതിനു മുമ്പത്തെ തവണ 2ാമത്തെ സ്ഥാനത്ത് വരികയും അവരൊരു പോസിബിൾ കാൻഡിഡേറ്റ് എന്നറിയപ്പെടുകയാണ്. അതേസമയം കോൺഗ്രസ് കുറച്ചും കൂടിയും അറിയപ്പെടുന്ന രാഷ്ട്രീയമായിട്ട് ഇല്ലായിരിക്കാം രമേശ് പിഷാരടി ഇറക്കിയിരിക്കുന്നു. ഇതാണ് ഇതിൻ്റെ തുടക്കത്തിൽ ഇത് പറഞ്ഞത്. അതുമാത്രമല്ല 2020 ചേർന്നുകൊണ്ട് BJP പലയിടത്തും സ്ഥാനാർത്ഥികളെ കൊടുത്തിരിക്കുന്നു. അത് BJPക്ക് ശക്തിയുള്ള സ്ഥലങ്ങളിൽ 2020 മുന്നിൽ നിർത്തി CPMനെ സഹായിക്കാൻ വേണ്ടിയാണ് എന്നാണ് പ്രതിപക്ഷത്തിൻ്റെ ആരോപണം. അപ്പോൾ ഈ പ്രാക്ടിക്കൽ ഇപ്പോഴത്തെ ഇലക്ഷനിൽ ഉള്ള ആരോപണങ്ങളാണ് പ്രധാനമായിട്ടുള്ളത്. മറ്റ് ചരിത്രത്തിൻ്റെ അതിലേക്ക് സമയമില്ലാത്തതുകൊണ്ട് ഞാൻ അതിലേക്ക് ചോദ്യങ്ങൾ ചോദിക്കുന്നില്ല. അല്ല, ചരിത്രത്തിലേക്ക് പോകാൻ ഒരുപാടുണ്ട്. ഞാനും ആ പ്രലോഭനം തടയുകയാണ്. അല്ല, അതിൽ ഒറ്റ മാത്രമേ ഉള്ളൂ. തൃശ്ശൂരിൽ നിങ്ങൾക്കെതിരെ ആരോപണം ഉണ്ടായത് തൃശ്ശൂർ പൂരം കലക്കിയത് സർക്കാരാണ്. അത് സുരേഷ് ഗോപിയെ ജയിപ്പിക്കാനും ഹിന്ദു വോട്ടുകൾ അവിടെ അല്പം BJPക്ക് അനുകൂലമായി മാറാനും ഉണ്ടാക്കിയ ഒരു ധാരണയാണ് എന്നുള്ള തരത്തിലുള്ള ആരോപണം ഉണ്ടായിരുന്നു. ആരോപണത്തിൽ എന്തും പറയാമല്ലോ. ഗോൾവൽക്കറുടെ ചിത്രത്തിന് മുമ്പിൽ പോയി തൊഴുതുന്നത് ആരോപണമാണോ? ഞങ്ങൾ പറയുന്നതെല്ലാം വസ്തുതകളാണ്, കണക്കുകളാണ് പറയുന്നത്. ഞങ്ങൾ കണക്കുകൾ പറയുമ്പോൾ പ്രചരണം നടത്തുന്നതിനുള്ള ക്യാപ്സൂളുകളും പ്രചരണ വാചകങ്ങളും തയ്യാറാക്കി തരാൻ കരാർ പണി കൊടുത്തിരിക്കുകയാണ് KPCC. അതാണ് ഇവിടെ കാണേണ്ട കാര്യം. ആരാ ആ കരാർ പണി ഏറ്റിരിക്കുന്നത്? 2014 നരേന്ദ്രമോദിയെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ അവതരിപ്പിക്കുന്നതിൻ്റെ നേതൃത്വം വഹിച്ച പ്രശാന്ത് കിഷോറിൻ്റെ ഒപ്പം പ്രവർത്തിച്ച ആളാണ് ഈ കനകോലു. അതെല്ലാം ജെയിംസിനെ പോലുള്ളവർക്ക് അറിയാം. അപ്പം നരേന്ദ്രമോദിയെ വളർത്തിയെടുക്കാൻ വേണ്ടി ശ്രമം നടത്തിയിട്ട് ഇപ്പം അദ്ദേഹത്തെ കോൺഗ്രസ്സുകാർ അപ്പോൾ ചോദ്യം എന്ന് പറഞ്ഞാൽ ദുർബലനായ സ്ഥാനാർത്ഥിയാണോ നിർത്തിയിട്ടുള്ളത്? ഒരു ബിസിനസ്സുകാരൻ നിർത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. CPIMും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും നിർത്തിയിട്ടുള്ള 140 സ്ഥാനാർത്ഥികളും ആ ഓരോ സീറ്റിലും ഏറ്റവും അനുയോജ്യരാണ്. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്ന പുരോഗമന മതനിരപേക്ഷ നിലപാടുകൾ സ്വീകരിക്കുന്നവരെ മുമ്പ് ഞങ്ങൾ പല സീറ്റുകളിൽ നിർത്തിയിട്ടുണ്ട്. ബേപ്പൂർ എന്ന് പറയുന്നത് ഞങ്ങളുടെ ഒരു ബലിഷ്ഠമായ സീറ്റാണല്ലോ. അവിടെ VKC മുഹമ്മദ് കോയ മത്സരിച്ചിട്ടുണ്ട്. അദ്ദേഹം ഒരു ബിസിനസ്സുകാരനാണ്, ഇടതുപക്ഷ വീക്ഷണമുള്ളവരാണ്, പുരോഗമന വിധിയാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെയും CPIMൻ്റെയും സമീപനം മത്സരിക്കാനുള്ള സീറ്റുകളെല്ലാം തങ്ങൾക്കിടയിൽ വീതം വെക്കലല്ല, പിന്നെയോ വ്യത്യസ്ത സാമൂഹിക വിഭാഗങ്ങളെ അവരുടെ പ്രതിനിധികളെ കൊണ്ടുവരിക എന്നുള്ളതാണ്. അതിനകത്ത് ചിന്തകന്മാരുണ്ടാവും, പണ്ഡിതന്മാരുണ്ടാവും, കലാകാരന്മാരുണ്ടാവും. അങ്ങനെ ഞങ്ങൾ മത്സരിപ്പിച്ചവരുടെ ചരിത്രം ONV കുറുപ്പ് സാർ വരെ ഞങ്ങളുടെ സ്ഥാനാർത്ഥിയായിരുന്നു. പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരി ഉണ്ടായിരുന്നു. അല്ല, അതുപോലെയാണോ പാലക്കാട് ചലഞ്ചിങ് ആണ്. അത് VKC മുഹമ്മദ് കോയ നിർത്തിയപ്പോഴും ഇത് തന്നെ പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളുടെ 140 സ്ഥാനാർത്ഥികളും പ്രബലരാണ്. അപ്പോൾ ഇത് തിരിച്ച് രമേശ് പിഷാരടിയെ കുറിച്ച് ചോദിക്കാമല്ലോ. എന്താ ഒരു രാഷ്ട്രീയ രംഗത്തുള്ള ഒരാളെ നിർത്തിയില്ല എന്നുള്ളത് അവിടെ തന്നെ ചോദിക്കാം. അല്ല, തിരിച്ചൊരു ചോദ്യമുള്ളത് ഇപ്പോൾ ചാലക്കുടി സീറ്റിൽ
ഇന്നസെൻറ്റിനെ കൊണ്ടുവന്നതും താങ്കൾ തന്നെ ഇടപെട്ട് നടൻ മുരളിയെ സ്ഥാനാർത്ഥിയാക്കിയതും അതുപോലെ തന്നെ ഒരുപാട് സിനിമാ താരങ്ങളെയും ഇവരെയൊക്കെ സ്ഥാനാർത്ഥികളാക്കിയത് താങ്കളുടെ പാർട്ടിയാണ്. അപ്പോൾ അതുകൊണ്ട് അവരെ മറ്റേ തോമസ് ഐസക്ക് കോമാളി എന്ന് വിളിച്ചു എന്നും പറഞ്ഞുകൊണ്ട് വലിയ വിവാദം ഉണ്ടായതാണ്. അതേക്കുറിച്ച് കൂടി താങ്കളുടെ ഒരു അഭിപ്രായം അറിഞ്ഞാൽ അതിനെക്കുറിച്ച് തോമസ് ഐസക്ക് തന്നെ വിശദീകരിച്ചു. താൻ നടത്തിയ പദപ്രയോഗത്തിനകത്ത് അദ്ദേഹത്തിന് വിഷമമുണ്ടെങ്കിൽ പിന്നെ ക്ഷമിക്കണം. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഈ തോമസ് ഐസക്ക് വിമർശന വിധേയനാക്കിയ പാലക്കാട് പിന്നെ സ്ഥാനാർത്ഥിയുടെ ഒരു അവതരണം ഞാൻ കേട്ടു. എന്താ അദ്ദേഹം പറഞ്ഞത്? താങ്കൾ അന്താരാഷ്ട്രീയ കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കുന്ന ആളായതുകൊണ്ട് എന്നെക്കാളും ഇത് പഠിച്ചിട്ടുള്ള ആളാണ് ജെയിംസ് എന്നുള്ളതുകൊണ്ട് ഞാൻ പറയാം. അദ്ദേഹം അവതരിപ്പിച്ചത് എന്താ, ഇവിടെ കുറേ ആളുകൾ അവിടെ ഇറാനെ ആക്രമിച്ചു, അമേരിക്ക ഇത് ചെയ്തു, പാലസ്തീൻ എങ്ങനെയാണ്, ഇസ്രയേൽ എങ്ങനെയാണെന്നൊക്കെ പറയും. ഇതിന് വല്ല പ്രസക്തിയുണ്ടോ? ഇവിടെ അതാണോ പറയേണ്ടത്? ഇപ്പോൾ ഇവിടെ പാചകവാതകത്തിൻ്റെ പിന്നെ വില കൂടിക്കൊണ്ടിരിക്കുകയാണ്. പല റെസ്റ്റോറൻറ്റുകളും അടച്ചുപൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഉത്തരേന്ത്യയിൽ പാർട്ടിയുടെ നേതൃത്വത്തിൽ വലിയൊരു ജനാക്രോശ് യാത്ര നടത്തി ഡൽഹിയിൽ 10,000 പങ്കെടുത്ത പിന്നെ റാലി നടന്നു. ഇതിന് സമാന്തരമായി ഇലക്ഷൻ പ്രചരണം നടക്കുന്നതിനിടയ്ക്ക്. കാരണം ഞങ്ങൾക്ക് തിരഞ്ഞെടുപ്പ് മാത്രമല്ല, ജനജീവിത പ്രശ്നങ്ങൾ ഏറ്റെടുത്തുകൊണ്ടുള്ള സമരങ്ങളും പ്രധാനമാണ്. അതിൻ്റെ ഭാഗമായി ഞാൻ വാരണാസിയിൽ പോയി ഒരു പരിപാടി പങ്കെടുക്കാൻ. അവിടുത്തെ അന്ന് രാവിലത്തെ പത്രം നോക്കുമ്പോൾ എന്താണ്, അവിടെ കാശി വിശ്വനാഥ ക്ഷേത്രം മാത്രമല്ല, അന്നപൂർണാദേവി ക്ഷേത്രമുണ്ട്. 300 വർഷമായി, 3 നൂറ്റാണ്ടുകളായി മുടക്കം കൂടാതെ അവിടെ വരുന്നവർക്കെല്ലാം ഭക്ഷണം കൊടുത്തിരുന്നു. അന്നദാനമുണ്ട് അവിടെ. ചരിത്രത്തിലാദ്യമായി അത് പൂട്ടിയിരിക്കുന്നു അവിടെ. അതാണ് വലിയ വാർത്ത. അപ്പോൾ ശ്രീ രമേശ് പിഷാരടി എങ്ങനെ അവതരിപ്പിച്ചത്? നമ്മുടെ ജീവിതത്തിൽ ഒരു സ്വാധീനവും ചെലുത്താത്ത കാര്യങ്ങളാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പറഞ്ഞു നടക്കുന്നത്. ഞാനതൊന്നുമല്ല, ഞാൻ നിങ്ങളുടെ ഒപ്പം, നിങ്ങളുടെ കാര്യങ്ങൾ മാത്രം. എത്ര ഉപരിപ്ലവമായ രാഷ്ട്രീയമാണ് അദ്ദേഹം പറഞ്ഞത്. അത്തരത്തിലുള്ള ശ്രീ രമേശ് പിഷാരടിയുടെ ചില പ്രതികരണങ്ങൾ കേട്ടിട്ടാണ് തോമസ് ഐസക്ക് രോഷാകുലനായിട്ട് പ്രതികരിച്ചത്. പക്ഷേ താൻ നടത്തിയ പദപ്രയോഗം വേദനിപ്പിച്ചതിൽ അദ്ദേഹം പിന്നെ തോമസ് ഐസക്ക് ദുഃഖവും പ്രകടിപ്പിച്ചിട്ടുണ്ട്. താങ്കൾ തന്നെ ഇന്നലെ BC ജോജോ അനുസ്മരണ ചടങ്ങിൽ പറഞ്ഞത് രാഷ്ട്രീയ രംഗത്ത് ജീർണതകൾ ഉണ്ടായിരിക്കുന്നു, മാധ്യമ രംഗത്തുമുണ്ട് ജീർണതകൾ. മാധ്യമ സമ്മേളനമായതുകൊണ്ട് അത് പറഞ്ഞു. ഇപ്പോൾ പ്രയോഗിക്കുന്ന പ്രയോഗങ്ങൾ വല്ലാത്ത രീതിയിൽ ചർച്ച ചെയ്യപ്പെടുകയാണ്. ഇപ്പോൾ നിങ്ങളുടെ തന്നെ പാർട്ടിയുടെ പ്രമുഖ നേതാവായിരുന്ന G. സുധാകരൻ നിങ്ങൾക്കെതിരെ മത്സരിക്കുകയാണ്. അപ്പോൾ G. സുധാകരനെ രാഷ്ട്രീയ ചെറ്റത്തരം കാട്ടിയെന്ന് പറഞ്ഞു, പിന്നെ ചെറ്റയാണെന്ന് പറഞ്ഞു എന്നുള്ള രീതിയിലൊക്കെ വലിയ രീതിയിൽ അദ്ദേഹം പ്രതികരിക്കുകയൊക്കെ ചെയ്തു. ഇപ്പോൾ ഇന്ന് നടത്തിയ ഇതിൽ പ്രതിപക്ഷ നേതാവിനോട് പറഞ്ഞതിലും മുഖ്യമന്ത്രി പ്രതിപക്ഷ നേതാവ് അസംബന്ധമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ ഡീലിനെ കുറിച്ചെന്ന് പറഞ്ഞിട്ട് ഇത്തരം രാഷ്ട്രീയ ചെറ്റത്തരങ്ങൾ കേൾക്കാനല്ല. അപ്പോൾ ഈ ചെറ്റത്തരം തുടങ്ങിയിട്ടുള്ള ഈ പ്രയോഗങ്ങൾ ഒരു പക്ഷേ വല്ലാതെ ഈ രാഷ്ട്രീയത്തിൻ്റെ നിലവാരം, ഞാൻ പറഞ്ഞത് മുഖ്യമന്ത്രിയുടെ കാര്യത്തിൽ മാത്രമല്ല മറ്റു രാഷ്ട്രീയക്കാരുടെ കാര്യത്തിലും അത് ഒരു ഇതായിട്ടുള്ളതാണ്. ഉദാഹരണം ഞാൻ പറയാവുന്നത്, കൊല്ലത്ത് താങ്കൾ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചപ്പോൾ താങ്കൾക്കെതിരെ പ്രേമചന്ദ്രനാണ് സ്ഥാനാർത്ഥിയായിരുന്നത്. അദ്ദേഹത്തെ പരനാറി എന്നാണ് മുഖ്യമന്ത്രി വിശേഷിപ്പിച്ചത്. അത് വലിയ ചർച്ചയാവുകയും ഒരുപക്ഷെ ആ തെരഞ്ഞെടുപ്പിനെ തന്നെ സ്വാധീനിക്കുന്ന തരത്തിൽ മാറുകയും ചെയ്തു. പാർട്ടി തന്നെ വിലയിരുത്തിയത് ആ പ്രയോഗം വേണ്ടായിരുന്നു എന്നുള്ള രീതിയിലാണ്. അപ്പോൾ ഇത്തരം പ്രയോഗങ്ങൾ അത് മുഖ്യമന്ത്രിയായാലും പ്രതിപക്ഷ നേതാവായാലും നടത്തുന്നത് നല്ലൊരു കാര്യമാണോ? താങ്കൾ പ്രത്യേകിച്ച് റിഫൈൻഡ് ആയിട്ടൊരു സാംസ്കാരിക രംഗത്തെ ഔന്നിത്യത്തെക്കുറിച്ചൊക്കെ പറയുന്ന ഒരാളാണ്, പാർട്ടി ജനറൽ സെക്രട്ടറിയാണ്. അപ്പോൾ ഇതിലുള്ള വിഷയമെന്ന് പറഞ്ഞാൽ, ആദ്യമായി നമ്മുടെ സാമൂഹ്യ ജീവിതത്തിലും രാഷ്ട്രീയ ജീവിതത്തിലും എന്തൊക്കെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, ഏതെല്ലാം തരത്തിലുള്ള ശൈഥില്യങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് നമ്മൾ ഒരു നിമിഷം നോക്കണം. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് അങ്ങനെ നോക്കുമ്പോൾ കാണുന്നതിനെക്കുറിച്ച് ഞാൻ പറയുന്നില്ല. പക്ഷേ അതിൽ പ്രത്യക്ഷമായി കാണുന്നത് രാഷ്ട്രീയം എന്ന് പറയുന്ന ഒരു കച്ചവടമായി മാറുക, രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി അസത്യങ്ങൾ പ്രചരിപ്പിക്കുക, സത്യമാണെന്നുള്ള മട്ടിൽ ആഖ്യാനങ്ങൾ കൊണ്ടുവരിക. മാധ്യമരംഗത്ത് സംഭവിക്കുന്നുണ്ട്. അസത്യമാണെന്ന് അറിഞ്ഞിരുന്നുകൊണ്ട് വാർത്ത കൊടുക്കുക. മാധ്യമരംഗത്ത് ഏറ്റവും വലിയ നൈതികത പുലർത്തേണ്ടതാണ് മനുഷ്യൻ. ഏത് തരത്തിൽ ഏത് പ്രൊഫഷനിൽ പ്രവർത്തിച്ചുകൊണ്ട് ജീവിക്കുന്നവരാണെങ്കിലും നൈതികത വേണം. ഉദ്യോഗസ്ഥൻ കൈക്കൂലി വാങ്ങിക്കൂടാ. അപ്പം രാഷ്ട്രീയ പ്രവർത്തകന് കള്ളത്തരം പറഞ്ഞുകൂടാ, സംസ്കാരശൂന്യമായിട്ട് ജീവിച്ചുകൂടാ, പ്രവർത്തിച്ചുകൂടാ. ഏതും രംഗത്തുള്ളവർക്കും ബാധകമാണ്. അപ്പം അങ്ങനെയുള്ളപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമായി നിന്നിട്ട് പൊടുന്നനവേ ഒരു രാഷ്ട്രീയ കാരണങ്ങളുമില്ലാതെ ഒരു രാഷ്ട്രീയ കച്ചവടത്തിൻ്റെ ഭാഗമായി മുന്നണി മാറുക, അതിനെയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് പിണറായി വിജയൻ തൻ്റേതായ ഭാഷയിൽ വിശേഷിപ്പിച്ചത്.
അത് ഓരോരുത്തർക്കും ആ ഒരു പ്രവൃത്തിയെ വിമർശിക്കാൻ ഉപയോഗിക്കാൻ പറ്റിയ ഏറ്റവും തീക്ഷ്ണമായ കുറിക്കുകൊള്ളുന്ന ഒരു പ്രയോഗം എന്നുള്ള തരത്തിലാണ് ഉപയോഗിക്കുന്നത്. അത് ഓരോരുത്തരും അവരവരുടെ വിലയിരുത്തലനുസരിച്ചാണ്. ചിലർക്ക് ഇതൊരു രാഷ്ട്രീയ ആഭാസത്തരമാണെന്ന് പറയാം, ഇതൊരു രാഷ്ട്രീയ അശ്ലീലമാണ്. അപ്പോൾ താങ്കൾ ആ പ്രയോഗത്തെ അനുകൂലിക്കുന്നുണ്ടോ? ഓരോരുത്തരും തങ്ങൾ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം കുറിക്കുകൊള്ളുന്ന വിധത്തിൽ പറയാൻ വേണ്ടി ഓരോ പദപ്രയോഗങ്ങൾ നടത്തുന്നതാണ്. അതിലേത് ശരി ഏത് തെറ്റെന്നല്ല, സമൂഹത്തിന് അംഗീകരിക്കാൻ കഴിയാത്ത ഒരു പ്രയോഗമല്ല ഇതൊന്നും, ഒരു അശ്ലീല ഭാഷണമല്ല. എന്നാൽ നിങ്ങളെല്ലാം ഓർക്കണം, പിണറായി വിജയൻ പറയുന്ന ഈ ഓരോ വാക്കും എടുത്ത് വെച്ച് നിങ്ങൾ നിരൂപണം ചെയ്യുന്നു. പത്രലേഖകരുടെ മുഴുവൻ മുമ്പിൽ വെച്ച് തൻ്റെ സഹപ്രവർത്തകനായ പ്രതിപക്ഷ നേതാവിനെ അന്നത്തെ KPCC പ്രസിഡന്റ് സകലർക്കും ആഭാസ വാക്ക് എന്ന് അറിയാവുന്ന ഒരു തെറി വാക്ക് ഉപയോഗിച്ചു. അതെനിക്കിവിടെ പറയാൻ കഴിയില്ല, അതെല്ലാവരും കേട്ടതാണ്. അത് ഉപയോഗിച്ച് കഴിഞ്ഞപ്പോൾ അത് ചർച്ചയായപ്പം അവസാനം പ്രതിപക്ഷ നേതാവ് എന്താ പറഞ്ഞത്? അത് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം സൗഹാർദ്ദത്തിൽ ഇത്തരം വാക്കുകൾ ഉപയോഗിക്കാറുണ്ട്. എവിടേക്കാണ് നമ്മൾ പോകുന്നത്? ഉന്നതരായ രാഷ്ട്രീയ നേതാക്കന്മാർ പറയുകയാണ് അവർ സൗഹാർദ്ദപരമായി പരസ്പരം സംസാരിക്കുക ഉപയോഗിക്കുന്ന ഇത്തരം വാക്കാണ്. ഇത് നിങ്ങൾ ആരും ഓഡിറ്റ് ചെയ്യുന്നില്ല, ഇതിനെക്കുറിച്ചൊരു ചർച്ച നടന്നിട്ടില്ല. പിണറായി വിജയൻ ഉത്തരവാദിത്വ ബോധത്തോടുകൂടി താൻ കാണുന്ന രാഷ്ട്രീയമായ ശരികേടിനെ, രാഷ്ട്രീയമായ തിന്മയെ കുറിക്കുകൊള്ളുന്ന വിധത്തിൽ വിമർശിക്കാൻ ഒരു പദം ഉപയോഗിച്ചു. അത് കഠിനമായി പോയി. അതിൻ്റെ വ്യാകരണം, നിഘണ്ടുവിൽ അതിൻ്റെ അർത്ഥം എന്താണ്, ഇതെല്ലാം ചർച്ച മാധ്യമങ്ങൾ മാത്രമല്ല, അത് പ്രതിപക്ഷവും ഉന്നയിക്കുമ്പോഴാണ് ഇത് ചർച്ചയാവുന്നത്. മാധ്യമങ്ങളല്ല ഉയർത്തിക്കൊണ്ടുവരുന്നത്. അങ്ങനെ പറയുമ്പോൾ അതിനെതിരെ പ്രതിപക്ഷം ഉയർത്തിക്കൊണ്ടുവരുന്ന ആരോപണങ്ങളാണ് ഒരുപക്ഷെ ചർച്ചയാവുന്നത്. അത് ജനങ്ങളിൽ സ്വാധീനം. ഇപ്പോൾ പരനാറി പ്രയോഗം എന്തായാലും കൊല്ലത്തെ ഇലക്ഷനിൽ സ്വാധീനിച്ചു എന്നുള്ളത് പാർട്ടി തന്നെ വിലയിരുത്തിയതാണ്. അപ്പോൾ എന്തുകൊണ്ട് അങ്ങനെയുള്ള വാക്കുകൾ ഒഴിവാക്കി? ഞാൻ മുഖ്യമന്ത്രിയുടെ കാര്യത്തിൽ മാത്രമല്ല പറയുന്നത്, താങ്കൾ പറഞ്ഞ പോലെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ആരെയും ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടി ചെയ്തുകൊണ്ടല്ല. ഇങ്ങനെയുള്ള പദപ്രയോഗങ്ങൾ കേരള രാഷ്ട്രീയത്തിൽ നിന്ന് കുറച്ചും കൂടി കൾച്ചേർഡ് ആയിട്ടുള്ള തരത്തിലുള്ള പദപ്രയോഗങ്ങളിലേക്ക് മാറേണ്ട കാലം അതിക്രമിച്ചില്ലേ? പുതിയ ജനറേഷൻ വരികയാണ്. അവിടെയാണ് ഞാൻ പറയുന്നത്, ഇത്തരത്തിലുള്ള ഓഡിറ്റ് പിണറായി വിജയൻ നടത്തുന്ന ചില പദപ്രയോഗങ്ങളെക്കുറിച്ച് മാത്രമേ ഉള്ളൂ. നേരത്തെ ഞാൻ പറഞ്ഞു, ശ്രീ K. സുധാകരനും ശ്രീ VD സതീശനും തമ്മിൽ താൻ സംബോധന ചെയ്തതും ഞങ്ങളിങ്ങനെയാണ് പരസ്പരം സംബോധന ചെയ്യുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് തന്നെ ന്യായീകരിക്കുകയും ചെയ്തതിനെക്കുറിച്ച് യാതൊരു ഓഡിറ്റും ഇല്ല, യാതൊരു സംസാരവും ഇല്ല, യാതൊരു സായാഹ്ന ചർച്ചയുമില്ല. പിണറായി വിജയൻ നടത്തിയ പദപ്രയോഗങ്ങൾ അതെന്താണ്, ഒരാളെ ഞാൻ സംബോധന ചെയ്ത് പരാമർശിച്ചതല്ല. അത്തരത്തിലുള്ള നീതിരഹിതമായ രാഷ്ട്രീയ കാലുമാറ്റങ്ങളെയും അവസരവാദത്തെയുമാണ് ഞാൻ വിശേഷിപ്പിച്ചതെന്ന് അദ്ദേഹം വിശദീകരിക്കുകയുണ്ടായി. അപ്പോൾ അതാണ് എൻ്റെ വസ്തുത. പിന്നെ യഥാർത്ഥത്തിൽ താങ്കൾ പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി ആയിട്ട് മുന്നിൽ നിൽക്കുകയാണ്. നേരത്തെ പാർട്ടി നേരിട്ട് ഏറ്റവും വലിയ ഒരു എതിർപ്പുകളിലൊന്ന് MV രാഘവൻ്റെ ബദൽ രേഖയും ഗൗരിയമ്മ പാർട്ടി വിട്ടുപോയതൊക്കെയാണ് ഒരുപക്ഷെ പൊതുമധ്യത്തിൽ ഏറ്റവും കൂടുതൽ പാർട്ടിക്കെതിരെ. പക്ഷെ അതൊക്കെ ഒരു വ്യക്തികളുടെ ഇതായിട്ട് മാറിയിരുന്നു, ഒരു സംഘടിതമായിട്ടുള്ളൊരു നീക്കമായിട്ട് കാണാൻ പറ്റില്ല. പക്ഷേ ഇപ്പോൾ പാർട്ടിയുടെ അണികൾക്കോ അല്ലെങ്കിൽ ഇടത്തരത്തിൽ നിൽക്കുന്ന നേതാക്കൾക്കിടയിൽ പാർട്ടിക്കെതിരെ ഒരു ഇതുണ്ടാവുന്നു. വ്യാപകമായിട്ടൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷേ പഴയ കാലത്തേക്കാൾ അത് കൂടുതലാണ്. പൈസ പോറ്റി കൊട്ടാരക്കരയിൽ സ്ഥാനാർത്ഥിയായിരിക്കുന്നു. ഒരു കാലത്ത് CPMൻ്റെ ഏറ്റവും സമുന്നത നേതാക്കളിൽ ഒരാളായിരുന്ന G. സുധാകരൻ, മന്ത്രിയും നേതാവുമൊക്കെ ആയിരുന്ന G. സുധാകരൻ നിങ്ങൾക്കെതിരെ മത്സരിക്കുന്നു. ഏറ്റവും പാർട്ടിയുടെ ഇറ്റില്ലമായിട്ടുള്ള കണ്ണൂരിൽ, പയ്യന്നൂരിലും തളിപ്പറമ്പിലും വിമതശല്യം ഉണ്ടായിരിക്കുന്നു. വിമതർ UDFൻ്റെ സ്ഥാനാർത്ഥികളായിട്ട് വരുന്നു. പണ്ട് നിങ്ങളിത് പ്രയോഗിച്ചിട്ടുണ്ട്. TK ഹംസയും ലോനപ്പൻ തമ്പാടിനെയൊക്കെ നിങ്ങൾ UDFിൽ നിന്നെടുത്ത് പ്രയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഒരു നല്ല ഒരു സന്ദേശമാണ് നൽകുന്നത്. പാർട്ടി സാധാരണ കോൺഗ്രസ് പോലെയല്ല, ഇതിനൊരു കാഡർ ബേസ് ഉണ്ട്. ആ കാഡർ ബേസ് ചോദ്യം ചെയ്യപ്പെടുന്ന രീതിയിൽ കേരളത്തിലെ പാർട്ടിയിൽ ഇതുണ്ട്. അതിനെക്കുറിച്ച് താങ്കൾ പറയുകയാണെങ്കിൽ, താങ്കൾ പറഞ്ഞിട്ടുണ്ട് പാർട്ടിയിൽ ഒരു തരം ആശയ വ്യതിയാനം വന്നുകൊണ്ടിരിക്കുന്നു. ആൾക്കാർ പാർലമെൻ്ററി വ്യാമോഹം പാർട്ടിക്കുള്ളിൽ കൂടി വരികയാണ്. ഇത് വളരെ സീരിയസ് ആയിട്ടുള്ള സിറ്റുവേഷൻ അല്ലേ ഇത്? ഈ ചോദ്യത്തിന് പിന്നെ രണ്ട് ഭാഗങ്ങളായിട്ട് ചുരുക്കിയാണെങ്കിലും ഞാൻ പ്രതികരിക്കേണ്ടതുണ്ട്. ഒന്ന്, ജെയിംസിൻ്റെ നിരീക്ഷണം MV രാഘവൻ ഉണ്ടാക്കിയ ചില പ്രശ്നങ്ങളുണ്ട്, ഗൗരിയമ്മയുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങളുണ്ട്. അതുമായി താരതമ്യപ്പെടുത്തുമ്പോൾ അതിനേക്കാളും വലിയൊരു പ്രശ്നമാണ് ഇപ്പോൾ കുറേ പേര് കൊല്ലത്തും കണ്ണൂരും ഒക്കെ ആയിട്ട് സൃഷ്ടിച്ചിരിക്കുന്നത് എന്നൊരു നിരീക്ഷണം പാലക്കാടും എന്ന് പറഞ്ഞു. ഞാനതിനെ പൂർണ്ണമായും അതിനോട് വിയോജിക്കുകയാണ്. MV രാഘവൻ പ്രശ്നം ഉണ്ടാകുമ്പോൾ കേരളത്തിലെ പാർട്ടിയിലെ വലിയൊരു വിഭാഗം
ആരൊക്കെയാണ്? എം വി രാഘവൻ, പുത്തലത്ത് നാരായണൻ, പി വി കുഞ്ഞിക്കണ്ണൻ. ഇവർ 3 സെക്രട്ടേറിയറ്റ് മെമ്പർമാർ കണ്ണൂർ, വളരെ സീനിയറായിട്ടുള്ള നേതാക്കന്മാരാണ്. പിന്നെ സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പർമാരായിട്ടുള്ള ഒരു കൂട്ടം ആളുകൾ. പിന്നെ എം വി രാഘവൻ്റെ കൂടെ പോയില്ലെങ്കിൽ പോലും CPIM-ൻ്റെ കൂടെ തന്നെ പാർട്ടിയുടെ ഇടപെടലിൻ്റെ ഭാഗമായി നിന്ന നേതാക്കന്മാരുടെ പേരൊന്നും ഞാൻ പറയുന്നില്ല, വളരെ പ്രധാനപ്പെട്ട. അപ്പോൾ പാർട്ടിക്കുള്ളിൽ വലിയൊരു വെല്ലുവിളിയായിരുന്നു അത്. പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റിയിലേക്ക് ഞാൻ കടന്നു വരുന്നത് എറണാകുളത്ത് വെച്ച് നടന്ന ഈ ബദൽ രേഖ ചർച്ച ചെയ്ത സമ്മേളനത്തിലാണ്. അപ്പോൾ അത് വലിയൊരു വെല്ലുവിളിയായിരുന്നു. പക്ഷേ പാർട്ടി അതിനെ നേരിട്ടു. ഗൗരിയമ്മയുടേതും വളരെ വലിയൊരു വെല്ലുവിളിയായിരുന്നു. കാര്യം ഗൗരിയമ്മ ജനങ്ങളുടെ ഹൃദയങ്ങളിൽ ജീവിക്കുന്ന വലിയ നേതാക്കന്മാരുടെ കൂട്ടത്തിലാണ്. EMS AKG സുന്ദരയ്യ സിന്ദാബാദ് എന്നൊരു മുദ്രാവാക്യമുണ്ട്. രണ്ടാമത്തെ മുദ്രാവാക്യം EMS AKG ഗൗരിയമ്മ സിന്ദാബാദ് എന്നുള്ളതാണ്. ഞാൻ വിദ്യാർത്ഥി പ്രവർത്തകരായിരിക്കും. അങ്ങനെ ഒരു വീര വനിതയാണ് ഗൗരിയമ്മ. അത് വലിയ വിഷമം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പം ഞാൻ തുറന്നു പറയാം, എൻ്റെ ജീവിത പങ്കാളി ബെറ്റി പാർട്ടി അംഗമാണ്. അപ്പോൾ ഗൗരിയമ്മയുടെ പേരിലുള്ള നടപടിയുമായിട്ട് ബന്ധപ്പെട്ട് വന്നപ്പോഴത്തേക്ക് വലിയ സങ്കടത്തോടും ദേഷ്യത്തോടും കൂടി എന്തൊക്കെയായി സംഭവിക്കുന്നതെന്ന് പറഞ്ഞിട്ട് ബെറ്റി ഞാനുമായിട്ട് തർക്കത്തിൽ ഏർപ്പെട്ടു. അതിനുള്ള സ്വാതന്ത്ര്യം ഉപയോഗിച്ചുകൊണ്ട്. അപ്പോൾ ഞാൻ കാര്യങ്ങൾ വിശദീകരിച്ചു. എനിക്ക് വ്യക്തിപരമായ വിഷമം ഉണ്ടായിരുന്നു. പക്ഷേ ഇങ്ങനെ വ്യക്തിപരമായ വിഷമം ഉണ്ടാകുമ്പോഴും പാർട്ടിയാണ് ഞങ്ങൾക്ക് വലുത്. അതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സങ്കല്പം. ആ പ്രതിഭാസങ്ങളും പ്രശ്നങ്ങളുമായിട്ട് താരതമ്യപ്പെടുത്തുമ്പോൾ ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത് ഒരു പ്രശ്നമേ അല്ല. ഗൗരിയമ്മ പറയാൻ പറ്റുമോ? അതാണ് ഞാൻ വിശദീകരിക്കുന്നത്. അപ്പോൾ ഗൗരിയമ്മ പ്രതിഭാസം, എം വി രാഘവൻ പ്രതിഭാസമൊക്കെ ഇതിനെ അപേക്ഷിച്ച് എത്രയോ വലിയ പ്രശ്നമായിരുന്നു. അതിനെ അഭിമുഖീകരിക്കാൻ കഴിഞ്ഞ പാർട്ടിക്ക് ഇപ്പോഴത്തെ സംഭവവാസം നേരിടാൻ യാതൊരു പ്രയാസവുമില്ല. അതിന് കാരണം ഇവരെ എന്തെങ്കിലും രാഷ്ട്രീയമോ സംഘടനാപരവുമായ ഗൗരവമുള്ള പ്രശ്നങ്ങൾ ചർച്ച ചെയ്തുകൊണ്ട് അത് പരിഹരിക്കുന്നതിന് പാർട്ടിയുടെ ഭാഗത്തു നിന്ന് ഉത്തരവാദിത്വപൂർണ്ണമായ ഒരു സമീപനം ഉണ്ടായില്ല എന്നുള്ള വല്ല ആക്ഷേപമോ ആരോപണമോ ഉന്നയിച്ചുകൊണ്ടാണോ? ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് വീണ്ടും പാർലമെൻ്ററി രംഗത്ത് വരണം. പാർലമെൻ്ററി രംഗവുമായി ബന്ധപ്പെട്ടാണ് എം വി രാഘവൻ പ്രശ്നം ഉണ്ടാകുന്നത്. രാഷ്ട്രീയമായ വിഷയമാണ്. അല്ല, അത് മുകളിലത്തെ തട്ടിലാണ് ആ അഭിപ്രായ ഭിന്നത വന്നത്. ഇത് താഴെ തട്ടിൽ വരുന്നത് പാർട്ടിയുടെ കാഡർ ബേസിൻ്റെ ഇടയിൽ നിന്ന് പ്രമുഖ നേതാക്കൾക്കെതിരെയാണ്. ഫോർ എക്സാമ്പിൾ മറ്റേ പയ്യന്നൂരിലും തളിപ്പറമ്പിലൊക്കെ ഇപ്പോൾ പാർട്ടി സംസ്ഥാന സെക്രട്ടറിയുടെ ഭാര്യയാണ് അവിടെ സ്ഥാനാർത്ഥി. അപ്പോൾ അവർക്കെതിരെയാണ് TK ഗോവിന്ദൻ. അവർ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമാണ്, കുറഞ്ഞ ആളല്ല. MP ഗോവിന്ദൻ മാസ്റ്റർ കൂടെയൊക്കെ ഒരുമിച്ച് പ്രവർത്തിച്ച ആളാണ്. അവർ അങ്ങനെ ഒരാൾ മിഡിൽ ലെവലിൽ നിന്ന് റിവോൾട്ട് ചെയ്ത് സ്ഥാനാർത്ഥിയാവുന്നു. കുഞ്ഞികൃഷ്ണൻ സ്ഥാനാർത്ഥിയാവുന്നു. കുഞ്ഞികൃഷ്ണൻ വലിയ അഴിമതി ആരോപണം ഉന്നയിച്ചുകൊണ്ടാണ് രംഗത്ത് വന്നത്. അപ്പോൾ അത് പ്രത്യേകിച്ച് പാർട്ടിയുടെ കോട്ടയിൽ, കണ്ണൂർ കോട്ടയിൽ ഇങ്ങനെ ഒരു ഇതുണ്ടാക്കിയത് ഇപ്പോൾ MP രാഘവന് ശേഷം അങ്ങനെ ഒരു ഇത് ഞാൻ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. ഇത്രയും വലിയൊരു അല്ല. ഇതിൽ രണ്ട് ഇതുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ, ഒന്ന് ഞാൻ പറഞ്ഞതിൻ്റെ തുടർച്ചയായിട്ട് എനിക്ക് പറയാനുള്ളത്, എം വി രാഘവൻ പ്രശ്നവും ഗൗരിയമ്മ പ്രശ്നവും കൈകാര്യം ചെയ്ത് ആ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തി അവസാന കാലത്ത് എം വി രാഘവനും ഗൗരിയമ്മയും പാർട്ടിയുമായി ബന്ധപ്പെട്ട് നിൽക്കാൻ തയ്യാറായി വരികയും ചെയ്തു. രാഘവൻ അത്രയും വന്നോ? ഉറപ്പായിട്ട് വന്നു. ഞങ്ങൾ തമ്മിൽ തന്നെ സംസാരിച്ചിട്ടുണ്ടല്ലോ. അദ്ദേഹം പിന്നെ അത് 2006, 2011 ഗവൺമെൻറ്റിൻ്റെ കാലത്ത് തന്നെ അദ്ദേഹം പിന്നെ സംസാരിച്ച് തുടങ്ങിയതാണ്. അതാണ് അതിനകത്ത് കൂടുതൽ വിശദാംശത്തിലേക്ക് പോകുന്നത് ഇപ്പോൾ പ്രസക്തമല്ല. അപ്പം അത്തരത്തിൽ പാർട്ടിയോട് കലഹിച്ചു പോയത് തെറ്റാണെന്ന് അവർക്ക് രണ്ടു കൂട്ടർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. എം വി രാഘവൻ്റെ ആ ആഗ്രഹമനുസരിച്ചിട്ടാണ് എം വി രാഘവൻ പ്രസ്ഥാനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടവരായിട്ടുള്ള പാട്യം രാജൻ, പാട്യം ഗോപാലിൻ്റെ അനിയൻ, രാജ്യസഭാംഗമായിരുന്നു, KSYF-ൻ്റെ സംസ്ഥാന പ്രസിഡൻ്റായിരുന്നു. പിന്നെ കണ്ണൻ, MK കണ്ണൻ MLA ആയിരുന്നു തൃശ്ശൂരിൽ നിന്ന്. ഇങ്ങനെയുള്ളവരെല്ലാം പിന്നെ നമ്മുടെ ഷാരിയർ കൊല്ലത്ത് നിന്ന് ഇപ്പോൾ പാർട്ടി സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പറാണ്. ഇങ്ങനെയുള്ളവരെല്ലാം പാർട്ടിയിലേക്ക് തിരിച്ചു വന്നു. അപ്പോൾ ഇതാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന പ്രശ്നം. പാർട്ടിക്ക് അനായാസം കൈകാര്യം ചെയ്യാൻ കഴിയുന്നതാണ്. പിന്നെ എനിക്ക് വളരെ വലിയ പ്രതിഷേധം എൻ്റെ സുഹൃത്ത് ജെയിംസിൻ്റെ ഒരു പ്രയോഗത്തോടുണ്ട്. എന്താ അത്? MV ഗോവിന്ദൻ മാസ്റ്ററുടെ ഭാര്യ ശ്യാമള ടീച്ചർ, നമ്മൾ ഈ സമൂഹത്തിൽ മറ്റുള്ളവർ ഉന്നയിക്കുന്ന ആരോപണമാണ് ഉന്നയിക്കുന്നത്, എൻ്റെ ഒരു അഭിപ്രായം അങ്ങനെ അല്ലല്ല. ആ പ്രയോഗം തെറ്റാണ്. നമ്മളുടെ സമൂഹം പാട്രിയാർക്കലാണ്, ആണധികാര പ്രമത്തമാണെന്നുള്ളത് കൊണ്ടാണ് ഒരു സ്ത്രീ വരുമ്പോൾ ഉടനെ ആ സ്ത്രീയുടെ ഭർത്താവാര്, അച്ഛനാര്, സഹോദരനാര് എന്ന് പറയുന്നത്. CPIM-ൽ ആ പാർട്ടിയുടെ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി വളർന്നു വരുന്ന ഒരുപാട് സഖാക്കൾ, ആ സഖാക്കളുടെ ഭാര്യയുണ്ടാവും, ഭർത്താവുണ്ടാവും. അവർ രണ്ടുപേരും മുഴുവൻ സമയം രാഷ്ട്രീയ പ്രവർത്തകരായി നിൽക്കുന്നുണ്ടാവും. മറിച്ച് ഇടതുപക്ഷ ഇതര പാർട്ടികളിൽ സംഭവിക്കുന്ന എന്താണ്? അച്ഛനോ ഭർത്താവോ
രംഗം വിടുന്നത് വരെ രാഷ്ട്രീയ രംഗത്തില്ലാതിരുന്നവർ പൊടുന്നനവേ രാഷ്ട്രീയ രംഗത്തേക്ക് കടന്നു വരുന്നു. അതിന് ഉദാഹരണമൊന്നും ഞാൻ പറയുന്നില്ല. പിന്നെ അച്ഛനും മറ്റും വളർത്തിക്കൊണ്ടുവരുന്ന മക്കൾ രാഷ്ട്രീയ നേതൃത്വത്തിലേക്ക്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അങ്ങനെയല്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടി കുടുംബത്തോടുകൂടി പാർട്ടിയാണ്. ആ കുടുംബത്തോടുകൂടി പാർട്ടി പ്രവർത്തിക്കുമ്പോൾ അതിലെ മക്കളും ഭാര്യമാരും അവർ നടത്തുന്ന പ്രവർത്തനത്തിൻ്റെ അംഗീകാരത്തിൻ്റെ ഭാഗമായി ഉത്തരവാദിത്തങ്ങളിലേക്ക് വരും. പക്ഷേ ഈ ഒരു ആരോപണം ആദ്യം ഉയർത്തിക്കൊണ്ടുവന്നത് CPM പോലുള്ള പാർട്ടികളാണ്. ഇപ്പോൾ K. കരുണാകരൻ്റെ മക്കൾ മുരളീധരനും പത്മജയും രാഷ്ട്രീയത്തിൽ വരുന്നു. മക്കൾ രാഷ്ട്രീയത്തെക്കുറിച്ചും അങ്ങനെയുള്ള ഒരു ഡൈനാസ്റ്റി റൂൾ ഇന്ദിരാഗാന്ധിയുടെ മകൾ രാജീവ് ഗാന്ധിയും പിന്നീട് രാഹുൽ ഗാന്ധിയൊക്കെ വന്നതിനെ CPM ഒരു കാലത്ത് ഏറ്റവും ശക്തമായി വിമർശിച്ചിരുന്നു. അങ്ങനെ ഒരു പാർട്ടി, ഈ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയുടെ ഭാര്യ എന്ന് പറയുമ്പോൾ വെറും ഒരു സ്ത്രീയെ മാത്രമായിട്ട് കാണാൻ പറ്റില്ല. കാരണം ഒരുപാട് സ്ത്രീകൾ പാർട്ടിയിലുണ്ട്. അപ്പോൾ അവരുടെ പേര് സംസ്ഥാന സെക്രട്ടറിയുടെ ഭാര്യ ആയതുകൊണ്ടാണ് ഒരു പക്ഷേ പ്രതിപക്ഷം ആ തരത്തിൽ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. അപ്പോൾ അത് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായമല്ല. അങ്ങനെ വന്നിരിക്കുന്ന ഒരു ജേർണലിസ്റ്റ് എന്ന നിലയ്ക്ക് എനിക്കത് ചൂണ്ടിക്കാണിക്കേണ്ടതുള്ളൂ. പക്ഷേ നടത്തിയ പ്രയോഗം അതാണ് പറഞ്ഞത്. മറ്റൊന്ന് PK ശ്യാമള ടീച്ചർ എന്ന് പറഞ്ഞ ഒരുപക്ഷെ ആൾക്കാർക്ക് മനസ്സിലാവത്തില്ല. ശ്യാമള ടീച്ചർ അവിടെ ബ്ലോക്ക് പിന്നെ നഗരസഭ സ്റ്റേറ്റ് തലത്തിൽ അറിയപ്പെടുന്ന നഗരസഭ ചെയർപേഴ്സൺ ആയിരുന്നു, അതൊക്കെ അറിയാം. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നു, അഖിലേന്ത്യാ മഹിളാ അസോസിയേഷന്റെ അഖിലേന്ത്യാ കമ്മിറ്റി മെമ്പറാണ്. അപ്പൊ ഞാൻ പറയാം, പൊതുമണ്ഡലത്തിൽ, കേരളത്തിലെ പൊതുമണ്ഡലത്തിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഇപ്പോൾ ഗൗരിയമ്മ മുതലുള്ള നേതാക്കളുടെ ലിസ്റ്റ് എടുത്താൽ ശ്രീമതി ടീച്ചർ വരെയൊക്കെയുള്ള ഇതെടുത്തു കഴിഞ്ഞാൽ ആ തരത്തിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരാളല്ല. ഒരു പ്രാദേശിക തലത്തിൽ കണ്ണൂരിൽ അറിയപ്പെടുന്ന ആളാണ്. ഓരോരുത്തരും ഓരോ ഘട്ടം ഘട്ടമായിട്ടല്ലേ നേതൃത്വത്തിലേക്ക് വളർന്നു വരുന്നത്. അപ്പം സഖാവ് ഗോവിന്ദൻ മാഷിന്റെ ഭാര്യ ആയതുകൊണ്ട് പൊടുന്നനവേ ഒരു സ്ഥാനാർത്ഥിയായി വന്നതല്ല. പ്രതിപക്ഷത്തിന്റെ തെറ്റായ ഒരു നിഗമനം ചോദ്യമായിട്ട് ഉന്നയിക്കാം. അപ്പം അതിനകത്തുള്ള പ്രയോഗം അതിപ്പം ഒരുപാട് പേര് നമ്മുടെ സാമൂഹ്യ മാധ്യമങ്ങളിൽ ചർച്ച ചെയ്യുമ്പോൾ ഞാൻ കാണുകയാണ്, സ്ത്രീ എന്ന് പറഞ്ഞാലേ അപകടമാണ്. സ്ത്രീ നമ്മുടെ സമൂഹത്തിന്റെ ബോധം, സമൂഹം പലപ്പോഴും ചർച്ച ചെയ്യുന്നത് എങ്ങനെയാണ്, ഒരു സ്ത്രീ രംഗത്ത് വരുമ്പോൾ എങ്ങനെ വന്നു, ഇന്നയാളുടെ ഭാര്യ ആയതുകൊണ്ട് അല്ലെങ്കിൽ മറ്റാരെങ്കിലും പ്രൊമോട്ട് ചെയ്തതുകൊണ്ട്. പുതുതായിട്ട് പിന്നെ പൊതുപ്രവർത്തന രംഗത്തേക്ക് വരുന്ന യുവതികളായിട്ടുള്ളവരെ കുറിച്ച് തിരുവനന്തപുരം മേയർക്കെതിരായിട്ട് നടക്കുന്ന വ്യക്തിഹത്യ, മുൻ മേയർ. അപ്പം ഇത് നമ്മൾ കാണുന്നതാണ്, ഇത് ഒറ്റപ്പെട്ടതല്ല, ഇത് പാർട്ടി നിരീക്ഷിക്കുന്നത്. അത് നമ്മുടെ സമൂഹത്തിൻ്റെ ആണധികാര ബോധത്തിൻ്റെ കൃത്യമായ പ്രതിഫലനമാണെന്ന് കൂടി സാന്ദർഭികമായി ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പം ചുരുക്കത്തിൽ ഈ ചില ജില്ലകളിൽ വന്നിട്ടുള്ള ഈ പുതിയൊരു പ്രതിഭാസം അത് പാർട്ടിക്ക് കൈകാര്യം ചെയ്യാൻ കഴിയാത്തതല്ല. എന്നാൽ മുമ്പൊന്നും കരുതാത്തതുപോലെ പാർലമെൻ്ററി രംഗത്ത് എനിക്കെന്ത് പരിഗണന കിട്ടി, എന്ത് സ്ഥാനം കിട്ടി എന്ന ഒരു ചിന്ത മറ്റ് ഭരണവർഗ പാർട്ടികളെപ്പോലെ CPIMൻ്റെ ചില തലങ്ങളിലും കുറേശ്ശെ കടന്നു വരുന്നുണ്ട്. ഇതൊരു വ്യതിയാനമാണ് എന്ന് പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി എന്നുള്ള തരത്തിൽ ഞാൻ ഇപ്പോൾ തുറന്നു പറയാൻ ഉദ്ദേശിക്കുകയാണ്. ഞങ്ങളുടെ പാർട്ടി രേഖകളിൽ ഈ പ്രവണതകളെക്കുറിച്ച് ചർച്ച ചെയ്തിട്ടുണ്ട് നേരത്തെ തന്നെ. ഇപ്പോൾ ഇത് പൊതുവിൽ പരസ്യമായി പറയേണ്ടി വന്നിരിക്കുന്നു. ഇതിനെതിരായിട്ടുള്ള ഈ പാർലമെൻ്ററി വ്യതിയാനത്തിനെതിരായി സ്ഥാനമോഹങ്ങൾക്കും ആസക്തിയും മറ്റ് ഭരണവർഗ പാർട്ടികളെപ്പോലെ CPIMലും പല തലങ്ങളിലും കടന്നു വരുന്നതിനെതിരായിട്ട് ആന്തരികമായിട്ടുള്ള ഒരു ചർച്ച, ഒരു ബോധവൽക്കരണം സംഘടിപ്പിക്കുക എന്നുള്ളത് ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ കൂടുന്ന അടുത്ത കേന്ദ്ര കമ്മിറ്റിയിൽ തന്നെ ഞങ്ങൾ ചർച്ച ചെയ്യാൻ പോകുന്ന ഒരു വിഷയമാണ്. ഇതുമായി ബന്ധപ്പെട്ട് ചെറിയ ഒരു പഴയതിലേക്ക് പോകുന്നു, ഒരുപാട് ഡീറ്റെയിൽ അടിയാൻ പോകുന്നില്ല. ഈ ഒരു കാലത്ത് പാർട്ടിയുടെ സെക്രട്ടറി സ്ഥാനമാണ് വലിയതായിട്ട്. ഇപ്പോൾ സംസ്ഥാന സെക്രട്ടറിയും മുഖ്യമന്ത്രി സ്ഥാനവും വേണമെന്ന് ചോദിച്ചാൽ സംസ്ഥാന സെക്രട്ടറിയാണ് മേലെ. മുഖ്യമന്ത്രി സ്ഥാനം എന്ന് വെച്ചാൽ പാർലമെൻ്ററി സ്ഥാനം കുറച്ചുകൂടി താഴെയായിട്ടാണ് പാർട്ടിയിൽ കരുതപ്പെട്ടിരുന്നത്. പക്ഷേ അതേ ഇതിൽ തന്നെയാണ് പാർട്ടി തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കേണ്ടി വന്നപ്പോൾ പാർട്ടി സെക്രട്ടറി ആയിരുന്ന നായനാർ സംസ്ഥാന കമ്മിറ്റിയിൽ മത്സരിച്ച് സുശീല ഗോപാലിനെ പരാജയപ്പെടുത്തി മുഖ്യമന്ത്രിയായത്. അന്ന് അതൊരു വ്യതിയാനമായിട്ട് അന്ന് മാധ്യമങ്ങളും പലരും ചൂണ്ടിക്കാണിച്ച പൊതുമണ്ഡലത്തിൽ വലിയ ചർച്ചയായതാണ്. നായനാരെ പോലെ ഒരാൾ പാർട്ടി സെക്രട്ടറി സ്ഥാനം വലിയതായിട്ട് കരുതിയിരുന്ന പാർട്ടിയിൽ മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടി പാർട്ടി സെക്രട്ടറി മത്സരിച്ച് സുശീല ഗോപാലിനെ, അപ്പോൾ ആണധികാരത്തിൻ്റെത് വരുമ്പോൾ അങ്ങനെയുള്ള സുശീല ഗോപാലൻ അല്ലെങ്കിൽ ഒരുപക്ഷെ അവിടെ മുഖ്യമന്ത്രി ആവുമായിരുന്നു. എല്ലാവർക്കും അറിയാവുന്നതാണ്, ചെറിയൊരു വ്യത്യാസത്തിനാണ് ഒരു മുഖ്യമന്ത്രി ആവാതെ പോയത്. അപ്പോൾ ആണധികാരം പാർട്ടിയിലും നേരത്തെ ചോദ്യം ചെയ്യപ്പെട്ടിട്ടുണ്ട്. അല്ല, ഇതിനകത്ത് ഇന്ത്യയിലെ വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടികളിൽ സ്ത്രീയുടെ പദവി, സ്ത്രീക്ക് തുല്യത ഉണ്ടാവണമെന്നുള്ള കാഴ്ചപ്പാട്, ഇത് വാക്കിലും പ്രവൃത്തിയിലും പാലിക്കാൻ പരമാവധി ശ്രമിക്കുന്ന ഒരു പാർട്ടിയാണ് CPIM. ഇത് ഗവൺമെൻറ് എന്ന് പറയുന്നത് ഒരു രാഷ്ട്രീയ സംഘടനാ നേതൃത്വം കൂടിയാണ്. ആ രാഷ്ട്രീയ സംഘടനാ നേതൃത്വത്തിൽ ആര് വേണം എന്നുള്ള ഒരു ചർച്ച വന്നു.
അപ്പോൾ അവിടെ സഖാവ് സുശീല ഗോപാലിനും ഗൗരവമായി പരിഗണിക്കപ്പെട്ടു എന്നുള്ളത് നിങ്ങൾ കാണുന്നില്ല. അല്ല, സുശീല ഗോപാലൻ മുഖ്യമന്ത്രിയാവുന്ന EMS അടക്കമുള്ളവർ ഏതാണ്ട് സൂചന നൽകിയതാണ് വനിതാ മുഖ്യമന്ത്രി വരും. അതെ, ഗൗരിയമ്മ പണ്ട് കേരം തിങ്ങും കേരള നാട്ടിൽ ഗൗരിയമ്മ ഭരിച്ചിടുമെന്ന് പറഞ്ഞ് മുദ്രാവാക്യം ഉണ്ടായിരുന്നു. ആ സമയത്ത് ഗൗരിയമ്മ, അപ്പോൾ ഈ ഞാൻ പറഞ്ഞത് വൃന്ദാക്കാരാട്ട് കലഹിക്കേണ്ടി വന്നു. പോളിറ്റ് ബ്യൂറോയിൽ ഒരു വനിതയെ ഉൾപ്പെടുത്തി. വൃന്ദാക്കാരാട്ട് പിന്നീട് പോളിറ്റ് ബ്യൂറോ അംഗമായി. പക്ഷെ ഒരു വനിത പോരാടിയാണ് അതിൻ്റെ ഉള്ളിൽ കയറിയത്. ഇപ്പോഴും പോരാടിയിട്ടല്ല പോളിറ്റ് ബ്യൂറോയിലേക്ക് വന്നത്. കേന്ദ്ര കമ്മിറ്റിയിൽ വേണ്ടത്ര വനിതകളെ എടുത്തില്ല എന്ന കാര്യത്തിലാണ് സഖാവ് വൃന്ദാക്കാരായിട്ട് പ്രതിഷേധിച്ചത്. പോളിറ്റ് ബ്യൂറോയുടെ കാര്യത്തില്ല. പോളിറ്റ് ബ്യൂറോയിലേക്ക് ആദ്യമായിട്ട് വന്ന വനിതാ നേതാവ് സഖാവ് വൃന്ദാക്കാരാട്ടാണ്. അത് ഏതെങ്കിലും സ്ഥലത്തിൽ നടത്തിയ പോരാട്ടത്തിൻ്റെ ഭാഗമായിട്ടല്ല, പാർട്ടിയുടെ ബോധത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഇവിടെ ഒരു ചോദ്യം, കേരളത്തിലൊരു ആകുന്നതിന് വേണ്ടി പരിഗണിക്കപ്പെടുന്ന പേരുകൾ ഇടതുപക്ഷത്തിൽ നിന്ന് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. കോൺഗ്രസിൽ നിന്നോ UDF നിന്നോ ഒരു മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരാൻ പറ്റിയ ആൾ എന്ന തരത്തിൽ ഒരു വനിതാ നേതാവ് വളർന്നു വന്നില്ല. മറിച്ച് ഇടതുപക്ഷത്തിൽ നിന്നും CPIM നിന്നും പലര് വന്നു എന്നുള്ള ഒരു യാഥാർത്ഥ്യവും കാണാതെ പോയിക്കൂടാ. അല്ല, തീർച്ചയായിട്ടും ഗൗരിയമ്മയും സുശീല ഗോപാലിനൊക്കെ ആ തരത്തിൽ ഉയർന്നു വന്ന നേതാക്കളാണ്. അതൊന്നും ഇല്ലയെന്ന് പറയുന്നില്ല. ഇനി ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ഈ ശബരിമല സ്വർണ്ണക്കൊള്ള സംബന്ധിച്ച് വലിയ വിവാദങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയതായിരുന്നു. പക്ഷെ അതിനേക്കാൾ പ്രധാനപ്പെട്ട ചർച്ചയായിരുന്നു ശബരിമലയിൽ. അത് സ്ത്രീ പ്രവേശനം സംബന്ധിച്ചായിരുന്നു ലോക്സഭയിൽ. പക്ഷേ കഴിഞ്ഞ ലോക്കൽ ബോഡി ഇലക്ഷനിൽ വലിയൊരു മുദ്രാവാക്യം, സാധാരണ CPM ആണ് ഇങ്ങനെ KPSC ഒക്കെ വഴി ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടേതാണ് ഒരു സംഗീതധാരയും ഇതൊക്കെ കൊണ്ടുവരുന്നത്. പക്ഷേ സ്വർണം കട്ടതാരപ്പ സഖാക്കളാണ് അയ്യപ്പ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഇത് കൊണ്ടുവന്ന് അത് വലിയ രീതിയിൽ ചർച്ചാ വിഷയമായി. ഇപ്പോൾ അക്കാലത്ത് മന്ത്രിയായിരുന്ന കടകംപള്ളി പറഞ്ഞിരിക്കുന്നു, അതിൽ ധാർമ്മിക ഉത്തരവാദിത്വം അന്ന കാലത്തെ മന്ത്രിയായിരുന്ന തനിക്കുമുണ്ട് എന്ന് അദ്ദേഹം സമ്മതിച്ചിരിക്കുകയാണ്. അപ്പോൾ അതൊരു ഇപ്പോൾ ഇലക്ഷൻ രംഗം, പക്ഷേ ഇലക്ഷനിൽ അത് ബാധിക്കില്ല എന്ന് പുള്ളി പറഞ്ഞിട്ടുണ്ട്. അത് യഥാർത്ഥത്തിൽ ഇങ്ങനൊരു ഇലക്ഷൻ്റെ സമയത്ത് ഇങ്ങനെ ഒരു ഇത് ഉയർന്നു വരുമ്പോൾ ധാർമ്മിക ഉത്തരവാദിത്വമുണ്ട്. ധാർമ്മിക ഉത്തരവാദിത്വത്തിൻ്റെ പേരിൽ മന്ത്രിസ്ഥാനം രാജിവെച്ച ലാൽ ബഹദൂർ ശാസ്ത്രിയെ പോലെ ഒരുപാട് പേരുണ്ട്. അതാണിപ്പോൾ ഞാൻ ചിന്തിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അതുകൊണ്ട് താങ്കൾ ഇതിൻ്റെ ഒരു ധാർമ്മികമായിട്ടുള്ള നിലപാടുകൾ ജീർണത രാഷ്ട്രീയത്തിൽ പറയുമ്പോൾ ഈ ധാർമ്മിക ഉത്തരവാദിത്തം പറഞ്ഞിരിക്കുന്നു. ഇപ്പോൾ പ്രതിപക്ഷം രംഗത്ത് ഇറങ്ങിയിരിക്കുകയാണ്. UDF-ഉം BJP അങ്ങനെ ധാർമ്മിക ഉത്തരവാദിത്തം ഉണ്ടെങ്കിൽ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് ശരിയാണോ എന്നുള്ള ചോദ്യം വന്നിരിക്കുന്നു. എന്താണ് താങ്കൾ ജനറൽ സെക്രട്ടറിയാണ്, എന്താണ് അതിനെക്കുറിച്ച്? ഒന്നാമത് ഈ ശബരിമലയിലെ സ്വർണ്ണ അപ്രത്യക്ഷമാകലുമായി അല്ലെങ്കിൽ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ CPIM-നോ LDF-നോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കോ ഒരാളെയും സംരക്ഷിക്കാൻ യാതൊരു താല്പര്യവുമില്ല. എന്ത് അഴിമതിയോ കുഴപ്പമോ എവിടെ സംഭവിച്ചാലും ആ അഴിമതിയിലും കുഴപ്പത്തിലും യഥാർത്ഥ ഉത്തരവാദികൾ ആരാണെന്ന് കണ്ടെത്തിയാൽ അവർക്ക് നിയമേന കിട്ടേണ്ട എല്ലാ ശിക്ഷയും വാങ്ങിച്ചു കൊടുക്കുന്നതിനുള്ള ഇടപെടലായിരിക്കും CPIM നടത്തുക. ഇത് വ്യക്തമാക്കിയതാണ്. ഇത് പാർട്ടിക്കുള്ളിലും പാർട്ടിയുടെ സമീപനമാണ്. ഞാനിപ്പോൾ ഒരു തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്നെ സംരക്ഷിക്കാൻ ആയിരുന്നില്ല, പാർട്ടി ചർച്ച ചെയ്ത് നടപടിയെടുക്കും. അങ്ങനെ നടപടി ആർക്കെതിരായിട്ടാണ് എടുക്കാത്തത്? VS അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായിരിക്കുന്ന സമയത്ത് പാർട്ടിയുടെ നടപടി ഉണ്ടായിട്ടുണ്ട്. പിണറായി വിജയൻ സംസ്ഥാന സെക്രട്ടറി ആയിരിക്കുന്ന സമയത്ത് ഉണ്ടായില്ലേ? EMS-നെതിരെ ഉണ്ടായിട്ടുണ്ട്. അപ്പം BTR-നെതിരായിട്ടുണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ പാർട്ടി എന്ന് പറഞ്ഞാൽ ഏത് തലത്തിലുള്ളവരാണെങ്കിലും പാർട്ടി ഭരണഘടന ബാധകമാണ്, അച്ചടക്കം ബാധകമാണ്. അതുകൊണ്ട് ഒരു ശബരിമലയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും അബദ്ധം ആരെങ്കിലും കാണിച്ചാൽ അവരുടെ പേര് നടപടി എടുക്കാൻ ഈ പാർട്ടിക്ക് എന്തെങ്കിലും പ്രയാസം ഉണ്ടാകേണ്ട കാര്യമുണ്ടോ? ഇല്ല. ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഒരു പാരഡി ഗാനം ഉണ്ടാക്കിയിട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കെതിരായിട്ട് വലിയൊരു ജനവികാര വിളക്കിവിടാൻ UDF തയ്യാറായി. അത് ഞാൻ നേരത്തെ പറഞ്ഞ ഈ പ്രചരണത്തിൻ്റെ ഉത്തരവാദിത്വം ചില കരാറ് പണിക്കാരെ ഏൽപ്പിച്ച് കനകോലുവിനെ പോലുള്ളവരെ ഏൽപ്പിച്ചിട്ട് അവർ പറഞ്ഞു കൊടുത്തു, ഇത് കള്ളന്മാരാണ്, അയ്യപ്പൻ്റെത് സ്വർണം മോഷ്ടിച്ചവരാണ് എന്ന് അങ്ങ് അടിച്ചേൽപ്പിക്കുക ജനങ്ങളുടെ ബോധത്തിൽ. ഇങ്ങനെ പാരഡി ഗാനം ചുറ്റിക്കറങ്ങിക്കൊണ്ടിരിക്കുന്നത് പാർട്ടിയുടെയോ LDF-ൻ്റെയോ ശ്രദ്ധയിലും പെട്ടില്ല. പിന്നീടാണ് ഇതിൻ്റെ ഗൗരവം മനസ്സിലാകുന്നത്. അപ്പം ഇത് സംബന്ധിച്ച് UDF-ഉം മറ്റും എടുത്ത സമീപനത്തിൻ്റെ അപകടം എന്താ? അവിടെ കുഴപ്പം നടന്നിട്ടുണ്ട്, സ്വർണം നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലാണ് അന്വേഷണം നടക്കുന്നത്. പിണറായി വിജയൻ ഗവൺമെൻറ് ഒരു ഇടപെടലില്ല. ഹൈക്കോടതി ആവർത്തിച്ച് പറഞ്ഞു ഇതിനെക്കുറിച്ച് ആക്ഷേപങ്ങൾ വന്നപ്പോൾ. അപ്പോൾ അതിൻ്റെ ഉത്തരവാദികൾ ആരാന്ന് കണ്ടെത്തി അവരുടെ ഉത്തരവാദിത്വത്തിൻ്റെ ആഴം എന്താണെന്ന് മനസ്സിലാക്കി കള്ളത്തരത്തിൽ പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ അത് ഇവിടെ ഇപ്പം ശ്രീ കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞതായിട്ട് താങ്കൾ പറഞ്ഞ് ഞാൻ മനസ്സിലാക്കുന്നത് അതിൻ്റെ ധാർമ്മിക ഉത്തരവാദിത്വമുണ്ട്. അത് അദ്ദേഹം അന്നത്തെ മന്ത്രിയായിരുന്നു എന്നുള്ള നിലയിൽ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ സംസ്കാരം വെച്ച് ആ ധാർമ്മിക ഉത്തരവാദിത്വം അദ്ദേഹം ഏറ്റെടുക്കുകയാണ് ചെയ്തത്. ആ ധാർമ്മിക ഉത്തരവാദിത്വം അദ്ദേഹം ഏറ്റെടുത്തു കഴിഞ്ഞാൽ
അതിൻ്റെ പേരിൽ അദ്ദേഹത്തിന് വേറെ എന്തെങ്കിലും ശിക്ഷ കിട്ടേണ്ടതുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ സമൂഹത്തിന് ചർച്ച ചെയ്യാവുന്നതാണ്. യഥാർത്ഥത്തിൽ അവിടെ ഈ കുറ്റകൃത്യം നടത്തിയതിനെ സംബന്ധിച്ച് സ്വതന്ത്രമായി നിയമസഭയ്ക്ക് ചർച്ച ചെയ്യാൻ അവസരമുണ്ടായിരുന്നു. നിയമസഭ കൂടിയപ്പോൾ ഗവൺമെൻറ് പറഞ്ഞു, പ്രതിപക്ഷ നേതാവ് മിസ്റ്റർ സതീശൻ, നമുക്ക് ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യാം. അയ്യോ, ചർച്ച ചെയ്യാൻ ഞങ്ങളില്ലെന്ന് പറഞ്ഞ് ഇവർ വാക്കൗട്ട് നടത്തുകയാണ് ചെയ്തത്. അല്ല, ഈ ആരോപണം കൊണ്ടുവന്നത് അല്ലെങ്കിൽ ഇത് അഴിമതി ഉണ്ടെന്ന് പറഞ്ഞത് സർക്കാരല്ല, കോടതിയാണ്. കോടതിയുടെ കയ്യിലിരിക്കുന്നത് കോടതി നടത്തട്ടെ എന്നുള്ള നിലപാടാണെന്ന് പ്രതിപക്ഷം സ്വീകരിച്ചത്. പക്ഷേ ഇതിനെക്കുറിച്ച് നാട്ടിൽ മുഴുവൻ നടന്ന് അസത്യം പ്രസംഗിക്കുന്നു, അടിസ്ഥാനരഹിതമായ ആക്ഷേപങ്ങളും ആരോപണങ്ങളും ഉന്നയിക്കുന്നു. മാത്രമല്ല, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ചുകൊണ്ട് ഈ അവിടുന്ന് കട്ട സ്വർണം പിണറായി വിജയൻ ഉരുക്കി എന്തോ ചെയ്യുന്നതായിട്ടടക്കം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, കൃത്രിമ നിർമ്മിത ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് പ്രചരിപ്പിക്കപ്പെടുന്നു. അപ്പോഴാണ് പറഞ്ഞത്, നമുക്ക് നിയമസഭയിൽ ഇത് ചർച്ച ചെയ്യാം, സ്ട്രക്ചേർഡായിട്ടുള്ള ചർച്ച നടത്താം. നിങ്ങൾക്ക് പറയാനുള്ളത് പ്രതിപക്ഷം പറയൂ, ഗവൺമെൻറ് പറയാനുള്ളത് പറയും. ആ ചർച്ചയിൽ നിന്ന് ഒളിച്ചോടിയതിലൂടെ പ്രതിപക്ഷത്തിൻ്റെ ഡിസ്ഹോണസ്റ്റിയാണ്, സത്യസന്ധത ഇല്ലായ്മയാണ് വെളിപ്പെടുത്തുന്നത്. പക്ഷേ കോടതി കണ്ടെത്തി ശിക്ഷ ആയിട്ട് ജയിലിലടച്ച പാർട്ടിയുടെ ഉന്നത സ്ഥാനങ്ങളിൽ ഇരുന്നു, എന്ന് വെച്ചാൽ MLA ആയിരുന്ന, ദേവസ്വം ബോർഡ് പ്രസിഡൻ്റായിരുന്ന, പാർട്ടിയുടെ ജില്ലാ നേതാവായിരുന്ന പത്മകുമാർ അടക്കമുള്ളവരെക്കെതിരെ പാർട്ടി നടപടിയൊന്നും സ്വീകരിച്ചില്ല. ശിക്ഷയായി എന്ന് എൻ്റെ മാന്യ സുഹൃത്ത് പറഞ്ഞത് തെറ്റാണ്. ശിക്ഷയായിട്ടല്ല, അല്ല, അറസ്റ്റ് ചെയ്ത് ജയിലിൽ. അത് കോടതിയുടെ ഇതിലാണ്, മേൽനോട്ടത്തിലാണ്. ഇല്ല, ഇന്ത്യൻ ശിക്ഷാ നിയമപ്രകാരം നിങ്ങൾ കുറ്റവാളിയാണെന്ന് പ്രൊണൗൺസ് ചെയ്യപ്പെടുന്നത് വരെ കുറ്റാരോപിതരെല്ലാം നിരപരാധികളാണ്. അല്ല, പാർട്ടി പണ്ട് അങ്ങനെയല്ല. ഇക്കാര്യത്തിൽ ഇപ്പോൾ പാർട്ടി അവർ എല്ലാ ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് മാറ്റി നിർത്തി കളഞ്ഞു. ഫലത്തിൽ സസ്പെൻഷനാണ് ഇവർക്കെല്ലാം, പാർട്ടിയിൽ ബന്ധപ്പെട്ടവർക്ക്. പക്ഷെ അത് ഒരുപാട് കാലമെടുത്തു. കാലമെടുത്തതിനുള്ള കാരണം ഇവർ ജയിലിൽ പോയി എന്നുള്ളത് കൊണ്ടാണ്. നാച്ചുറൽ ജസ്റ്റിസ് എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്, സ്വാഭാവിക നീതി. ഇവരോട് വിശദീകരണം ചോദിക്കണം, ഇവർക്ക് പറയാനുള്ളത് കേൾക്കണം. കാര്യം കുറ്റപത്രം സമർപ്പിച്ചിട്ടില്ല, ഇവരുടെ ഉത്തരവാദിത്വം എത്രത്തോളമാണെന്ന് വ്യക്തമാക്കപ്പെട്ടിട്ടില്ല. അപ്പോൾ പാർട്ടി ഇക്കാര്യത്തിൽ വളരെ കൃത്യമായ സൂക്ഷ്മമായ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ടാണ് നിലപാടെടുത്തിട്ടുള്ളത്. അവരിപ്പോൾ പുറത്തു വന്നു, അവർക്ക് ഒരു പാർട്ടി ഉത്തരവാദിത്വമില്ല, ഒരു ചുമതലയും ഇല്ല. അവർ ഫലത്തിൽ പാർട്ടിയിൽ നിന്നും ഉത്തരവാദിത്വങ്ങളിൽ നിന്നും മാറ്റി നിർത്തപ്പെട്ട, സസ്പെൻഡ് ചെയ്യപ്പെട്ട നിലയിലാണ്. അതുപോലെ തന്നെ പാർട്ടി, താങ്കളൊക്കെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ വലിയ ആശയങ്ങളെ, പ്രത്യേകിച്ച് വിശ്വാസമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ കാർൽ മാർക്സൊക്കെ എടുത്തതുപോലെ ഒരു നിരീശ്വര നിലപാടെടുക്കുന്നതാണ് പാർട്ടിയിൽ ഭൂരിപക്ഷം ഉണ്ടായിരുന്നത്. അതിൻ്റെ ഇതിൽ തന്നെയാണ് നവോത്ഥാനം എന്നുള്ളതിൽ ശബരിമല സ്ത്രീകളുടെ പ്രവേശനം സംബന്ധിച്ചൊക്കെ പാർട്ടിയുടെ നിലപാടുകൾ വന്നിരുന്നത്. പക്ഷേ ഇപ്പോൾ ഒരു മാറ്റം ഉണ്ടായിരിക്കുന്നു, അത് ആചാരമനുസരിച്ച് നടക്കട്ടെ എന്നുള്ള തരത്തിലേക്ക് കംപ്ലീറ്റ് പാർട്ടിയുടെ നയം തന്നെ മാറിയിരിക്കുന്നു. ഇത് വോട്ട് മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു നീക്കമാണ്, അല്ലെങ്കിൽ ശബരിമല കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലൊക്കെ ദോഷം ചെയ്തു എന്നുള്ള പേരിൽ എടുക്കുന്ന ഒരു ചുവടുമാറ്റം, അതൊരു ഇരട്ടത്താപ്പാണ് എന്നുള്ള തരത്തിലുള്ള ആരോപണം ഉയർന്നിട്ടുണ്ട്. അതിനുള്ള മറുപടി കാറൽ മാർക്സ് തന്നെയാണ് നൽകിയിട്ടുള്ളത്. കാറൽ മാർക്സ് മെറ്റീരിയലിസ്റ്റ് ആയിരുന്നു. പക്ഷേ കാറൽ മാർക്സിൻ്റെ നേതൃത്വത്തിൽ ഡയലക്റ്റിക്കൽ ഹിസ്റ്റോറിക്കൽ മെറ്റീരിയലിസമാണ്. 1847 കമ്മ്യൂണിസ്റ്റ് ലീഗാണ് ഇവർ ബന്ധപ്പെട്ട ആദ്യത്തെ സംഘടന. അത് 5 വർഷത്തിന് ശേഷം അതിന് പരസ്യമായി പ്രവർത്തിക്കാൻ കഴിയാത്തതുകൊണ്ട് അതിൻ്റെ ഘടകങ്ങൾ പിരിച്ചുവിടപ്പെട്ടു 1852. പിന്നീടൊരു സംഘടന ഉണ്ടാകുന്ന 1864. ആ സംഘടന ഉണ്ടാകുമ്പോൾ അന്ന് സംഘടനയിൽ നടന്നൊരു ചർച്ച വിശ്വാസ സ്വാതന്ത്ര്യമുണ്ടോ ഇതായിരുന്നു. അവിടെ മാർക്സും എംഗൽസും എടുത്ത സമീപനം, നമ്മുടെ സംഘടനയിൽ തൊഴിലാളികളുടെ മോചനത്തിന് വേണ്ടി പൊരുതാൻ തയ്യാറുള്ളവർ, തൊഴിലാളികളുടെ അവകാശങ്ങൾക്ക് വേണ്ടി പൊരുതാൻ തയ്യാറുള്ളവർ വന്നാൽ അവർ വിശ്വാസികളായാലും അവർക്ക് അംഗത്വം കൊടുക്കാം, അവർക്ക് നമ്മുടെ സംഘടനയിൽ ഇൻ്റർനാഷണൽ വർക്കിംഗ് മെൻസ് അസോസിയേഷനിൽ പ്രവർത്തിക്കാൻ വേണ്ടി അനുവദിക്കാം. മിഖായിൽ ബെക്കുനിൻ എന്ന് പറയുന്ന ആളാണ് ഇൻ്റർനാഷണൽ വാദിച്ചത്. പാടില്ല, നമ്മുടെ സിദ്ധാന്തം വൈരുദ്ധ്യാത്മവും ചരിത്രപരമായ ഭൗതികവാദം എന്നുള്ള അന്ന് മുഖ്യമായും ചർച്ച ചെയ്തത് വിശ്വാസമാണ്, മതത്തിലും ദൈവത്തിലുമൊക്കെയുള്ള വിശ്വാസം. ആ വിശ്വാസം നിഷേധിക്കുന്നവർ മാത്രമേ, ഞങ്ങൾക്ക് വിശ്വാസമില്ല, എത്തീസ്റ്റുകളാണ്, നിരീശ്വരവാദികളാണ് എന്ന് പ്രഖ്യാപിക്കുന്നവരെ മാത്രമേ നമ്മുടെ സംഘടനയിൽ അംഗങ്ങളാക്കാൻ പാടുള്ളൂ എന്നാണ്. അന്ന് മാർക്സ് വളരെ വിഖ്യാതമായ നിലപാടെടുത്തു. അത് എഴുതപ്പെട്ടതാണ്, ഞാൻ പറയുന്നതല്ല. അപ്പോൾ വിശ്വാസ സ്വാതന്ത്ര്യം
വിപ്ലവ പ്രസ്ഥാനത്തിൽ, തൊഴിലാളി വർഗ പ്രസ്ഥാനത്തിൽ അനുവദിക്കാം എന്നുള്ള കാഴ്ചപ്പാട് മാർക്സിന്റെ കാലം മുതലേ ഉള്ളതാണ്. പിന്നെ എന്തുകൊണ്ടാണ് പാർട്ടി പിന്നെ നവോത്ഥാനത്തിന്റെ പേരും പറഞ്ഞ് ഈ ആചാരങ്ങളും വിശ്വാസങ്ങളും തള്ളി പറഞ്ഞല്ലോ? ഇല്ല, ഇത് തമ്മിൽ വൈരുദ്ധ്യാത്മക ബന്ധമാവുള്ളത്. വിശ്വാസ സ്വാതന്ത്ര്യം ഉണ്ടായിരിക്കെ നരബലി നടന്നിരുന്നു, മൃഗബലി നടന്നിരുന്നു. ബലികൾ പാടില്ല, മൃഗബലി പാടില്ല എന്ന് കമ്മ്യൂണിസ്റ്റുകാർ മാത്രമല്ല പറഞ്ഞത്. കുമ്പളത്ത് ശങ്കുപിള്ളയുടെ ആത്മകഥ എടുത്ത് വായിച്ചാൽ മതി ജെയിംസ്. അതിനകത്തുണ്ട് ശ്രീനാരായണ ഗുരുവിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് ദുരാചാരങ്ങൾക്കെതിരെ നിലപാടെടുത്തു. കുമ്പളത്ത് ശങ്കുപിള്ള അദ്ദേഹത്തിൻ്റെ വീട്ടിൻ്റെ അടുത്തുള്ള ക്ഷേത്രത്തിൽ മൃഗബലിയെല്ലാം ഉണ്ട്, അത് അവസാനിപ്പിക്കണമെന്ന് പറഞ്ഞു. അവർ അവസാനിപ്പിക്കാൻ തയ്യാറായില്ല. അപ്പോൾ കുമ്പളത്ത് ശങ്കുപിള്ളയ്ക്ക് ഒരു ചെറിയ അടിപിടി സംഘമുണ്ട് അദ്ദേഹത്തിൻ്റെ കൂടെ. അവർ എന്നിട്ട് അതെല്ലാം അടിച്ച് പിന്നെ മൃഗബലി നടക്കുന്ന സ്ഥലമെല്ലാം വെടിപ്പാക്കി. അപ്പോൾ ഈ സമൂഹത്തിൽ മാറ്റങ്ങൾ ഉണ്ടാവണം, പക്ഷേ സമൂഹത്തെ വിശ്വാസത്തിലെടുത്തുകൊണ്ടാണ് മാറ്റങ്ങൾ ഉണ്ടാകേണ്ടത്. ആരെങ്കിലും അടിച്ചേൽപ്പിക്കേണ്ടതല്ല ദുരാചാരങ്ങൾക്കെതിരായിട്ടുള്ള മാറ്റം. കുമ്പളത്ത് ശങ്കുപിള്ള അടിച്ചേൽപ്പിക്കാനാണ് പോയത് അപ്പം ഇതിനെക്കുറിച്ചെല്ലാം വളരെ കൃത്യമായ ധാരണയുണ്ട്. സമൂഹത്തിൽ വരേണ്ട മാറ്റങ്ങൾ സമൂഹത്തിലെ നല്ലൊരു ശതമാനം ആളുകളെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് മാത്രമേ സാധ്യമാവൂ. 1924 വൈക്കം സത്യാഗ്രഹം, ആ സത്യാഗ്രഹം ക്ഷേത്രത്തിന് അടുത്തുള്ള വഴിയെ നടക്കാനുള്ള സ്വാതന്ത്ര്യത്തിന് വേണ്ടി മാത്രമാണ്, ക്ഷേത്രപ്രവേശനമായിരുന്നില്ല. മഹാത്മാഗാന്ധി ശ്രീനാരായണ ഗുരുവും പങ്കെടുത്ത പോരാട്ടമാണിത്. അതുപോലും അന്ന് പൂർണ്ണമായി വിജയിച്ചില്ല. ചില വഴികൾ മാത്രമേ തുറന്നു കൊടുത്തുള്ളൂ, എല്ലാ വഴികളും തുറന്നു കൊടുത്തില്ല. 1936 പിന്നെ ക്ഷേത്രപ്രവേശനം വന്നു. അപ്പോൾ ഈ മാറ്റങ്ങൾക്ക് ഘട്ടം ഘട്ടമായിട്ടുള്ള ചില പരിവർത്തന യാത്രകൾ നടത്തേണ്ടതുണ്ട്. പൊടുന്നനെ ഈ മാറ്റങ്ങളെല്ലാം ഉണ്ടാക്കാൻ കഴിയില്ല. അപ്പം മാറ്റത്തിന് വേണ്ടിയാണ് CPIM ഇടതുപക്ഷം. പക്ഷെ മാറ്റം അടിച്ചേൽപ്പിക്കുകയല്ല വേണ്ടത്, മാറ്റത്തിന് സമൂഹത്തെ പാകപ്പെടുത്തേണ്ടതുണ്ട് എന്നാണ് ഞങ്ങളുടെ സമീപനം. അതുപോലെ തന്നെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ കേരളത്തിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയങ്ങളിലൊന്ന്, ഇപ്പോൾ പ്രതിപക്ഷം അല്ലെങ്കിൽ UDF അധികാരത്തിൽ വന്നാൽ ആരായിരിക്കും മുഖ്യമന്ത്രി? അപ്പോൾ അവർ പറയുന്നത് മുഖ്യമന്ത്രിയെ ഞങ്ങൾ നേരത്തെ പ്രഖ്യാപിക്കുന്നില്ല, ഇത് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ പ്രോസസ്സ് അനുസരിച്ച് ഞങ്ങളൊരു മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കും. അത് CPM-ഉം ഒരു സമയത്ത് VS-ഉം പിണറായി നേരിട്ട് മത്സരിച്ചപ്പോഴും മുഖ്യമന്ത്രി ആരാണെന്ന് പറഞ്ഞിരുന്നില്ല. ഇപ്പോഴത്തെ ഇതിൽ LDF അധികാരത്തിൽ വന്നാൽ ആരായിരിക്കും മുഖ്യമന്ത്രി? അങ്ങനെ ഒരു തീരുമാനമുണ്ടോ? അതിനെ സംബന്ധിച്ച് പാർട്ടിയുടെ PBക്കും കേന്ദ്ര കമ്മിറ്റിക്കുള്ള അഭിപ്രായം ഞങ്ങളുടെ ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ളതാണ്. അത് PBയിലും CCയിലും ഉള്ളവർക്കറിയാം. അതുകൊണ്ട് എനിക്ക് മുമ്പേ ഒരു അഭിമുഖത്തിൽ പിണറായി വിജയനോട് ഈ ചോദ്യം ചോദിച്ചതും അതിന് പിണറായി വിജയൻ പറഞ്ഞ മറുപടിയും ഞാൻ കേട്ടിട്ടുണ്ട്. പിണറായി വിജയൻ പറഞ്ഞു അതൊന്നും ഇപ്പോൾ ചർച്ച ചെയ്യേണ്ടതും തീരുമാനിക്കേണ്ടതുമല്ല, അത് സംബന്ധിച്ച് തീരുമാനമെടുക്കേണ്ട ഘട്ടം വരുമ്പം ഞങ്ങളുടെ പാർട്ടി ചർച്ച ചെയ്ത് അതിന്മേൽ തീരുമാനമെടുക്കും. ഈ പാർട്ടിയുടെ അഭിപ്രായം പിണറായി പറഞ്ഞത് എനിക്ക് ആവർത്തിക്കാവുന്നതാണ്. ഇതിനിടയ്ക്ക് എന്നോട് ഏതോ ചില മാധ്യമങ്ങളെല്ലാം ഒരുപാട് അഭിമുഖങ്ങൾ നടക്കുന്നുണ്ട്. ഈ ചോദ്യം പ്രണോയ് റോയ് കഴിഞ്ഞ ദിവസം എന്നോട് ഇത് ചോദിച്ചു. പിന്നെ വളരെ പേഴ്സണായിട്ടുള്ള കേരളം കവർ ചെയ്യാൻ വേണ്ടി വരികയാണ്. ഇന്ന് അദ്ദേഹം മുഖ്യമന്ത്രിയെ കാണുന്നുണ്ട്. എന്നെ എയർപോർട്ടിൽ വെച്ച് തന്നെ, ഞങ്ങൾ ഒരേ ഫ്ലൈറ്റിലാണ് വന്നത്, അപ്പോൾ അവിടെ വെച്ച് തന്നെ പറഞ്ഞു ഈ ഫ്ലൈറ്റ് വരുന്നുണ്ടെന്നുള്ള കാര്യം അറിയാം, അല്പസമയം തരണം. സംസാരിക്കുമ്പോൾ അദ്ദേഹം ചോദിച്ച അവസാനത്തെ ചോദ്യം ഇതാണ്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, പക്ഷേ നിങ്ങളുടെ പാർട്ടിയിൽ നിന്ന് ഒരു PB മെമ്പർ മാത്രമേ മത്സരിക്കുന്നുള്ളൂ, അതുകൊണ്ട് ഞങ്ങൾക്ക് ഊഹിക്കാൻ കഴിയുമോ? ഞാൻ പറഞ്ഞു ഊഹിക്കാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ട്, ആ ഊഹം ശരിയാണോ തെറ്റാണോ എന്ന് എനിക്കിപ്പോൾ പറയാൻ കഴിയില്ല. അല്ല, ഞാൻ ചോദിക്കുന്നതിന് ഒരു ഇതുള്ളത്, തെരഞ്ഞെടുപ്പ് EMSൻ്റെ കാലത്ത് തെരഞ്ഞെടുപ്പിൽ സുശീല ഗോപാലൻ മുഖ്യമന്ത്രിയാവുമെന്ന് എല്ലാവരും ഊഹിച്ചു എന്ന് മാത്രമല്ല, വനിതാ മുഖ്യമന്ത്രി വരുമെന്ന് EMSനെ പോലെ ഒരു സ്റ്റാൾവാർട്ടായിട്ടുള്ള നേതാവ് തന്നെ പറയുകയും ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ സംസ്ഥാന കമ്മിറ്റിയിൽ തെരഞ്ഞെടുപ്പ് നടന്ന് 2-3 വോട്ടിൻ്റെ വ്യത്യാസത്തിന് സുശീല ഗോപാലൻ തോൽക്കുകയും നായനാർ മുഖ്യമന്ത്രിയാവും ചെയ്ത ഒരു പാർട്ടിയാണിത്. അന്നത്തെ തെരഞ്ഞെടുപ്പിൽ പാർട്ടിയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു നേതാവും താങ്കളുടെ ആത്മസുഹൃത്തുമായിരുന്ന VS അച്യുതാനന്ദൻ മത്സരിച്ചിരുന്നു. VS അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിൽ പരാജയപ്പെട്ടു പോയി. അതിന്റെ കഥകളൊക്കെ നമുക്കറിയാലോ, പാലക്കാട് സമ്മേളനത്തിൽ നടന്നതൊക്കെ. അപ്പോൾ VS ആ തെരഞ്ഞെടുപ്പിൽ ജയിച്ചിരുന്നെങ്കിൽ പിന്നെ സുശീലയും പാർട്ടി സെക്രട്ടറിയായ നായനാരും മാത്രമല്ല, തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ജയിച്ച VS-ഉം മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടേണ്ടവരാണ്. അപ്പോൾ ആ ചരിത്രത്തിലേക്കൊക്കെ നമ്മൾ വീണ്ടും പോയിട്ട് കാര്യമില്ല. വർത്തമാനകാലത്ത് പാർട്ടിയുടെ നിലപാട് തെരഞ്ഞെടുപ്പ് വിജയം ഞങ്ങൾ മോഹിക്കുന്നത് പോലെ, ആഗ്രഹിക്കുന്നത് പോലെ, കേരളത്തിലെ ബഹുഭൂരിപക്ഷം ജനങ്ങളും ആഗ്രഹിക്കുന്നത് പോലെ. കാര്യം ഈ എന്ത് വലിയ ജനക്ഷേമ പ്രവർത്തനങ്ങളാണ് ഈ 10 വർഷം നടന്നത്, എന്ത് വലിയ വികസന പ്രവർത്തനങ്ങളാണ്. അല്ല, അതൊക്കെ പറയുമ്പോഴും 10 വർഷം ഭരിച്ചതിൻ്റെ ഒരു ഭരണവിരുദ്ധ വികാരമുണ്ടെന്ന് പ്രതിപക്ഷം പറയുന്നു. അങ്ങനെ ഒരു വലിയ സംസാരം നടക്കുന്നുണ്ട്. കാരണം ഏത് പാർട്ടിയും 2 ടേം ഭരിച്ചു കഴിയുമ്പോൾ ഭരണവിരുദ്ധ വികാരം ഉണ്ടാവും.
അപ്പോൾ അതിൽ പറയുന്നത് ബംഗാളിലും ത്രിപുരയിലും സംഭവിച്ചതുപോലെ കേരളത്തിൽ സംഭവിക്കാതിരിക്കാൻ ഇതൊരു സമര പാർട്ടിയാണ്, ഇത് പ്രതിപക്ഷത്തിരിക്കണം എന്ന് കമ്മ്യൂണിസ്റ്റുകാരിൽ ഒരു വിഭാഗം ചിന്തിക്കുന്നതായിട്ടുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. അതിൽ പിന്നെ അത് ഒരു വികാരം യഥാർത്ഥത്തിലുണ്ട് കേരളത്തിൽ. ആ വികാരം ഇത്ര ഭംഗിയായിട്ട് 10 വർഷം ഭരിച്ച ഈ ഗവൺമെൻറ്റിന് തുടരുകയല്ലേ നമ്മുടെ നാടിൻ്റെ ഭാവിക്ക് നല്ലത് എന്ന വികാരമാണ് ഇന്നിപ്പോൾ കേരളത്തിൽ. അല്ല, ഞാനിത് തിരിച്ചുള്ളൊരു വികാരം കൂടി ഉണ്ട് എന്നുള്ളൊരു സംസാരമുണ്ട്. അത്തരമൊരു വികാരമുണ്ടെന്നുള്ളൊരു ആഖ്യാനം നടക്കുന്നുണ്ട്. പക്ഷേ കേരളത്തിലെ പാർട്ടിയും മുന്നണിയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ നിരന്തരം ഓഡിറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. നിരന്തരം ഞങ്ങളുടെ പ്രവർത്തനത്തെ, മന്ത്രിസഭയുടെ പ്രവർത്തനത്തെ, മുഖ്യമന്ത്രിയെ, പാർട്ടിയെ, LDFനെ എല്ലാം ഇതുപോലെ മാധ്യമ സാന്ദ്രതയുള്ള വേറൊരു സംസ്ഥാനം ഇന്ത്യയിലില്ല. അപ്പോൾ കേരളത്തിലെ മാധ്യമങ്ങൾ ഞങ്ങളെ നിരന്തരം വിമർശിക്കുകയും ഒക്കെ ചെയ്യുന്നത് കൊണ്ട് അതിൽ കഴമ്പുള്ള വിമർശനങ്ങൾ ഉൾക്കൊണ്ട് തിരുത്താൻ ഉള്ള അവസരം ഞങ്ങൾക്ക് കിട്ടുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് ഒരു ആൻറ്റി ഇൻകുംബൻസി പ്രതിഫലിക്കേണ്ട തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നും കേരളത്തിലില്ല എന്നുള്ളതാണ്. പിന്നെ ഞാൻ ഒരു പിന്നെ എങ്ങനെയാണ് ലോക്സഭയിലും ലോക്കൽ ബോഡി ഇലക്ഷനിലും LDF പരാജയപ്പെട്ടത്? അത് നല്ല ചോദ്യമാണ്. ലോക്സഭാ തിരഞ്ഞെടുപ്പ് കേരളത്തിലെ ജനങ്ങൾ എപ്പോഴും പ്രത്യേക തരത്തിൽ വോട്ട് ചെയ്തിട്ടുള്ളൂ. ഇന്ത്യ മുഴുവൻ അടിയന്തരാവസ്ഥയ്ക്കെതിരായിട്ട് ആഞ്ഞടിച്ച 77 തെരഞ്ഞെടുപ്പിൽ LDFന് കേരളത്തിൽ എത്ര സീറ്റ് കിട്ടി? പലർക്കും അറിഞ്ഞുകൂടാ. ഞാൻ ഇത് ചോദിക്കാറുണ്ട്. 0. അറിയാം. ഒറ്റയാളും കേരളത്തിൽ LDF ജയിച്ചിട്ടില്ല. 84 അല്ലേ? അല്ല, 77. പിന്നീട് സുരേഷ് കുറുപ്പ് 84-ൽ 3 സീറ്റ്. സുരേഷ് കുറുപ്പ് മാത്രമല്ല, KP ഉണ്ണികൃഷ്ണൻ വടകര ജയിച്ചു. പിന്നെ തമ്പാൻ തോമസ് മാവേലിക്കര. അല്ല, ഞാൻ CPM-ന്റെ സീറ്റാ പറഞ്ഞത്. അതെ, ബാക്കി രണ്ടുപേര് CPM-ന്റെ ഒന്ന് LDF, നമ്മൾ LDF ആയിട്ടാണ് കാണുന്നത്. 71-ൽ 3 സീറ്റേ ജയിച്ചുള്ളൂ. AKG, പൊന്നാനി സീറ്റിൽ MK കൃഷ്ണൻ, തിരുവനന്തപുരം സീറ്റിൽ ഇടതുപക്ഷത്തിന് പിന്തുണയോടുകൂടി VK കൃഷ്ണമേനോൻ. അപ്പോൾ ഈ ഓർമ്മയൊക്കെ ഞങ്ങൾക്കുണ്ട്. പക്ഷേ ലോക്കൽ ബോഡി ഇലക്ഷനിൽ പൊതുവെ ഇടതുപക്ഷമാണ് ജയിക്കാറുള്ളത്. ലോക്കൽ ബോഡി ഇലക്ഷനിൽ ചില ഘടകങ്ങളുണ്ടായി. ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം ഞങ്ങളുടെ പ്രവർത്തകരുടെ അമിത വിശ്വാസമാണ്. ഇത്രയും നല്ല കാര്യങ്ങൾ ചെയ്തു. അതിൻ്റെ ലോക്കൽ ബോഡി ഇലക്ഷൻ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് വ്യത്യസ്ത മേഖലകളിൽ നടത്തേണ്ട ചില ഇടപെടലുകൾ, അതെല്ലാം സംബന്ധിച്ച പ്രഖ്യാപനം വന്നു മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും ധനകാര്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും. അപ്പോൾ അമിത വിശ്വാസം, ഇനി നമ്മൾ സ്ഥാനാർത്ഥികളെ ഇങ്ങോട്ട് നിർത്തി കൊടുക്കേണ്ട കാര്യമേ ഉള്ളൂ. നമ്മൾ ജയിച്ചു. ഈ അമിത വിശ്വാസം എന്ന് പറഞ്ഞാൽ വലിയൊരു അപകടമാണ്. അതാണ് ഒന്ന്. 2, ഈ ശബരിമലയുമായി ബന്ധപ്പെട്ട് നടത്തിയ കള്ളപ്രചാരവേല കുറച്ചുപേരെ സ്വാധീനിച്ചു. 3, ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ BJPയുമായി UDF ഉണ്ടാക്കിയിട്ടുള്ള ധാരണ. അതുപോലെ മറ്റ് പല അതിന് വല്ല തെളിവുണ്ടോ? ഇപ്പോൾ കോൺഗ്രസും BJPയും തമ്മിൽ BJPയുടെ ലക്ഷ്യം തന്നെ മറ്റേ കോൺഗ്രസ് മുക്തമായ ഭാരതം എന്നാണ്. അപ്പോൾ അതിൽ അവരെങ്ങനെയാണ് കോൺഗ്രസിനെ സഹായിക്കാൻ? കാരണം അവരുടെ ഏറ്റവും വലിയ എതിരാളി കോൺഗ്രസ് ആണല്ലോ. കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ എതിരാളി എന്ന് പറയുമ്പോഴും BJPയുടെ പാർലമെൻറ്റ് അംഗങ്ങളിൽ 100-ലധികം പേര് കോൺഗ്രസ്സുകാരായിരുന്നില്ലേ? ഇപ്പോൾ തിരഞ്ഞെടുപ്പ് നടക്കുന്ന സംസ്ഥാനങ്ങളിലൊന്ന് ആസാമാണ്. ഹെമന്ത ബിശ്വ ശർമ്മ ആരായിരുന്നു? കോൺഗ്രസിൻ്റെ നേതാവായിരുന്നു. കോൺഗ്രസ് മന്ത്രിസഭയിലുണ്ടായിരുന്നു. അദ്ദേഹം നടത്തിയ അഴിമതിയെക്കുറിച്ച് അന്വേഷണം നടത്തി. ED വന്നു. അടുത്ത ദിവസം അദ്ദേഹം BJP ചേർന്നു. ആസാമിൻ്റെ മുഖ്യമന്ത്രിയായി. കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ BJPയുടെ റിക്രൂട്ടിംഗ് ഏജൻസിയായിട്ടാണ് പലയിടത്തും പ്രവർത്തിക്കുന്നത്. ഗോൾവൽക്കറുടെ മുമ്പിൽ തൊഴുതു നിൽക്കുന്ന കോൺഗ്രസ് നേതാക്കന്മാരെ കേരളത്തിൽ നമുക്ക് കാണാമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഏത് സമയവും നമ്മുടെ പാർട്ടിയിലേക്ക് മാർഗം കൂട്ടാവുന്നവരാണ് കോൺഗ്രസ്സുകാരെന്നുള്ളത് കൊണ്ട് പ്രത്യേക സ്നേഹവും വാത്സല്യവും കോൺഗ്രസ്സുകാരോടുണ്ട്. കോൺഗ്രസിൻ്റെ ഒരു സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞിട്ടില്ലേ, ഞങ്ങൾ RSSൻ്റെ പരിശീലനത്തിന് കാവൽ നിന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടില്ലേ? അറിയുമല്ലോ. അപ്പം അതാണ് ഈ കോൺഗ്രസ്. EMSനെയും AKGയെയും തോൽപ്പിക്കാൻ വേണ്ടി അന്നത്തെ ജനസംഘവുമായിട്ട് കൂട്ടുകൂടാൻ പോയവരാണ് കോൺഗ്രസ്. പക്ഷേ 77 തെരഞ്ഞെടുപ്പിൽ ഇന്ദിരാഗാന്ധിയെ പരാജയപ്പെടുത്താൻ വേണ്ടി കൂടി ഇപ്പോൾ അതിൽ ജനസംഘവും ഇടതുപക്ഷ പാർട്ടികളൊക്കെ കൂടെ ഉണ്ടായിരുന്നു. അന്ന് EMS പറഞ്ഞത് തൊട്ടവനെ തൊടുന്നതിൽ തെറ്റില്ല എന്നാണ് പറഞ്ഞത്. അല്ല, എൻ്റെ മാന്യ സുഹൃത്തിനോട് ഞാൻ ചോദിക്കട്ടെ, മാധ്യമപ്രവർത്തകനല്ലേ, പത്രങ്ങളുടെ വാ മുഴുവൻ ചങ്ങലക്കിട്ട് അടിയന്തരാവസ്ഥ അവസാനിപ്പിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നോ ഇന്ത്യയിൽ? അതോ അടിയന്തരാവസ്ഥ തുടരണമായിരുന്നു? എന്താ, ഞാൻ എത്ര നേരം എന്നോടല്ലേ ചോദിച്ചത്? ഞാൻ അങ്ങോട്ടൊരു ചോദ്യം ചോദിക്കുകയാണ്. പത്രങ്ങളുടെ എഡിറ്റോറിയൽ കോളം മുഴുവൻ വെറുതെ ഇടേണ്ടി വന്നില്ലേ? ഹിന്ദുസ്ഥാൻ ടൈംസ് മുതൽ ദേശാഭിമാനിക്ക് വരെ. ആ കാലത്തിന് അവസാനം കുറിക്കേണ്ടത് ഈ രാജ്യത്തിൻ്റെ ആവശ്യമായിരുന്നു ആണെന്ന് കരുതുന്നുണ്ടെങ്കിൽ അന്നത്തെ മുൻഗണന അതിനാണ്. അതിന് EMS പറഞ്ഞതുപോലെ അത് അവസാനിപ്പിക്കുക എന്നുള്ള ഒറ്റ കാര്യത്തിൽ അന്ന് സഹകരിക്കണം. അതിലും EMS ഏറ്റവും കൂടുതൽ ഒരു
ചരിത്രപരമായി ഇത് കാണുന്നവർക്ക് ഒരുപക്ഷെ ഓർമ്മയുണ്ടാകാൻ ഇടയില്ലാത്തൊരു കാര്യം ഞാൻ പറയാം. ജയപ്രകാശ് നാരായണൻ കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി ആയിരുന്നു മഹാത്മാഗാന്ധിക്ക് ഉള്ള കാലത്ത്. അന്ന് അദ്ദേഹത്തിൻ്റെ ജോയിൻറ്റ് സെക്രട്ടറി ആയിരുന്നു EMS നമ്പൂതിരിപ്പാട്. 2 ജോയിൻറ്റ് സെക്രട്ടറിമാരുണ്ടായിരുന്നു. ഒന്ന് EMS, മറ്റൊന്ന് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ MR മസാനി. അപ്പം EMSനും വേറൊരു സ്ട്രീമും കൂടി ഉണ്ടായിരുന്നു, ലോഹിയുടെ ഉണ്ട്. ലോഹിയുടെ ജയപ്രകാശ് നാരായണൻ സോഷ്യലിസ്റ്റാണ്, ലോഹിയ സോഷ്യലിസ്റ്റാണ്, മധുദന്തവാദി സോഷ്യലിസ്റ്റാണ്. അപ്പം അന്ന് മുതലുള്ള ബന്ധമാണ് ഇവർ രണ്ടുപേരും തമ്മിൽ. JP വലിയ ബഹുമാനമാണ് EMSന്. ഞാൻ ഓർക്കുന്നു, തിരുവനന്തപുരത്ത് ഇവർ രണ്ടുപേരും പ്രസംഗിച്ച യോഗമുണ്ട് ആ കാലത്ത്. 77 ഇവരൊക്കെ ജയിലിൽ കിടക്കുകയാണ്. EMSനെ ജയിലിട്ടില്ല, JP ജയിലിൽ കിടക്കുകയാണ്. അപ്പോൾ അന്ന് ജയിലിലുള്ള ചർച്ചയെക്കുറിച്ചൊക്കെയുള്ള രസകരമായ കമ്മ്യൂണിസ്റ്റുകാരൊക്കെ ആയിട്ട് അദ്ദേഹം നടത്തിയ ചർച്ചകളെക്കുറിച്ചൊക്കെ എനിക്കറിയാം. JP 77 അടിയന്തരാവസ്ഥ അവസാനിപ്പിക്കാൻ വേണ്ടി മുന്നോട്ട് വെച്ച നിർദ്ദേശം എന്താണെന്നറിയുമോ? ആ നിർദ്ദേശത്തിൻ്റെ ഫലമായിട്ടാണ് ജനതാ പാർട്ടി ഉണ്ടായത്. എല്ലാവരും ലയിച്ചൊരു പാർട്ടിയാവണം, അത് അദ്ദേഹം പറഞ്ഞു. അടിയന്തരാവസ്ഥയ്ക്കെതിരായ നിലപാടുള്ളവരെല്ലാം ഒറ്റ പാർട്ടിയാവണം, ഒറ്റക്കൊടിയാവണം, ഒറ്റ ചിഹ്നമാകണം. ഇതാണ് CPM പറഞ്ഞു. അടിയന്തരാവസ്ഥ എതിർക്കാൻ വേണ്ടി അടിയന്തരാവസ്ഥയെ അനുകൂലിക്കുന്നവർക്കെതിരായി ഒറ്റ സ്ഥാനാർത്ഥിയെ പാടുള്ളൂ നമുക്ക്. പക്ഷേ ഒറ്റ ചിഹ്നം ഞങ്ങൾക്ക് അംഗീകരിക്കാൻ കഴിയില്ല. CPMൻ്റെ ഞെടുത്ത് മത്സരിക്കും. കൊടി ഉപേക്ഷിക്കാൻ പറ്റില്ല. CPM ആയിട്ട് നിൽക്കും. CPM ഒഴികെ ബാക്കി എല്ലാവരും അംഗീകരിച്ചു JP പറഞ്ഞത്. EMS ആണ് JPയുമായിട്ട് ഏറ്റവും ബന്ധമുണ്ടായിരുന്ന ആൾ. സുന്ദരയ്യ ജനറൽ സെക്രട്ടറി ആയിട്ട് തുടർന്നിട്ട് ആ സമയത്ത് അദ്ദേഹം രാജിവെക്കുകയൊക്കെ ചെയ്തു. അത് മറ്റൊരു കാര്യമാണ്. അപ്പം അടിയന്തരാവസ്ഥയ്ക്കെതിരായിട്ട് ജയപ്രകാശ് നാരായണൻ പറഞ്ഞതനുസരിച്ച് മറ്റെല്ലാ പാർട്ടികളിൽ ലയിച്ചപ്പോൾ CPM ലയിക്കാതിരുന്നത് എന്തുകൊണ്ടാണ്? ഇങ്ങനെയുള്ള അപകടങ്ങൾ, RSSനെ പോലുള്ള അപകടങ്ങൾ, RSSകാർ പ്രവർത്തിക്കുന്ന ജനസംഘം, അന്ന് ജനസംഘമേ ഉള്ളൂ, ഇതെല്ലാം ഉള്ളതുകൊണ്ടാണ്. അപ്പം വ്യത്യസ്തത അന്നും CPIM കാത്ത് സൂക്ഷിച്ചിരുന്നു. CPI നമുക്കറിയുന്ന പോലെ അടിയന്തരാവസ്ഥ കാലത്ത് കോൺഗ്രസിൻ്റെ ഒപ്പമായിരുന്നു. അപ്പോൾ CPIM വർഗീയത എതിർക്കുന്ന കാര്യത്തിലുള്ള വ്യത്യസ്തത, വ്യതിരിക്തത ഒരിക്കലും ഉപേക്ഷിച്ചിട്ടില്ല. അതുപോലെ കേരളത്തിൽ മാത്രമാണ് ഇപ്പോൾ പാർട്ടി അധികാരത്തിലുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് ദേശീയ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം എത്ര പ്രാധാന്യമുള്ളതാണ്. കാരണം കേരളത്തിൽ ഈ തരത്തിൽ അധികാരത്തിൽ വന്നില്ലെങ്കിൽ ഒരു സംസ്ഥാനത്തും അധികാരമില്ലാത്ത പാർട്ടിയായിട്ട് CPM മാറും. താങ്കൾ ജനറൽ സെക്രട്ടറിയാണ്. നേരത്തെ ത്രിപുരയിൽ, ബംഗാളിൽ, കേരളത്തിൽ അധികാരം ഉണ്ടായിരുന്നു. ഇപ്പോൾ കേരളത്തിൽ മാത്രമേ ഉള്ളൂ. ഈ ഒരു അവസ്ഥയെ അതിനിടയിലാണ് ഞാനത് വ്യതിചലിച്ച് പോവല്ല, ആം ആദ്മി പാർട്ടിയെപ്പോലുള്ളവർ ഡൽഹിയിൽ അധികാരത്തിലെത്തിയത്. ഒരു പക്ഷേ CPMന് ഒരു സ്പേസ് ഉണ്ടായിരുന്നു. AKജിയുടെ കാലത്ത് ഒന്നില്ലെങ്കിൽ പ്രതിപക്ഷ നേതാവാൻ ഇതില്ലെങ്കിലും നെഹ്റു പ്രതിപക്ഷ നേതാവായിട്ട് അംഗീകരിച്ച ഒരു പാർട്ടിയാണിത്. അപ്പോൾ AKജിയുടെ ആ ഒരു ഇത് വെച്ച് നോക്കുമ്പോൾ പാർട്ടിക്കൊരു അപജയം എവിടെയൊക്കെ സംഭവിച്ചില്ലേ? നോർത്ത് ഇന്ത്യൻ ഹാർട്ട്ലാൻഡിൽ പാർട്ടിക്ക് സ്വാധീനം ഉണ്ടാക്കാൻ കഴിയാതെ പോയത്, ദളിത് വിഭാഗങ്ങളിൽ ഇവിടുത്തെ കാസ്റ്റിസം, ഇതൊക്കെ പാർട്ടി കാണാതെ പോയില്ലേ യഥാർത്ഥത്തിൽ? പാർട്ടിയുടെ സ്വാധീനത്തിലൊരു ഇടിവുണ്ടായിട്ടുണ്ട്. പക്ഷേ എൻ്റെ സുഹൃത്ത് ഉപയോഗിച്ച പദമല്ല അതിന് ഉപയോഗിക്കേണ്ടത്. എൻ്റെ സുഹൃത്ത് പറഞ്ഞ അപജയമെന്നാണ്. പിന്നെ വേറെ എന്താണ് പറയേണ്ടത്? ഇടിവ്, പാർട്ടിയുടെ സ്വാധീനത്തിൽ ഇടിവുണ്ടായിട്ടുണ്ട്. അപജയം കൊണ്ടായിരിക്കുമല്ലോ ഇടിവ് സംഭവിക്കുന്നത്. അപജയം കൊണ്ടല്ല, അതാണ് അത്. വാക്കുകൾക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്. അപ്പോൾ പാർട്ടിക്ക് അപജയമുണ്ടായിട്ടില്ല. എന്നാൽ പാർട്ടിയിൽ ചില ദൗർബല്യങ്ങളും ബലഹീനതകളും കടന്നുകൂടിയിട്ടുണ്ട്. അതിനെ അപജയമെന്ന് സാമാന്യവൽക്കരിക്കാൻ കഴിയില്ല. പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം പാർലമെൻ്ററി പോരാട്ടങ്ങൾ പ്രധാനമാണ്. പാർലമെൻ്ററി പോരാട്ടങ്ങളിൽ ഉണ്ടാവണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്ന വിജയങ്ങളും വളരെ പ്രധാനമാണ്. അതുകൊണ്ട് തന്നെ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിൻ്റെ തുടർച്ച പാർട്ടിയുടെ ഭാവിയിലൊരു പ്രധാനപ്പെട്ട ഘടകമാണ്. കാരണം ഇന്ത്യയിൽ തീവ്ര ദാരിദ്ര്യം ഉന്മൂലനം ചെയ്യാൻ കഴിഞ്ഞ ഒരേ ഒരു സംസ്ഥാനം കേരളമാണ്. അങ്ങനെയുള്ള നേട്ടങ്ങളെക്കുറിച്ചൊന്നും നമ്മൾ, വികസനത്തെക്കുറിച്ചൊന്നും ചർച്ച ചെയ്തില്ല. എൻ്റെ പ്രിയ സുഹൃത്ത് വളരെ കൗശലപൂർവ്വം ഞാൻ പറയുന്നില്ല, LDF ഗവൺമെൻറ്റിൻ്റെ നേതൃത്വത്തിൽ ഇവിടെ നടന്ന ജനക്ഷേമ പ്രവർത്തനങ്ങളെക്കുറിച്ചോ ആർക്കും തിരിച്ചറിയാൻ കഴിയുന്ന തരത്തിലുള്ള ഗംഭീരമായിട്ടുള്ള പ്രചരണം നടക്കുന്നുണ്ട്. അതിപ്പോ ഞാനായിട്ട് ചോദിക്കേണ്ട കാര്യമില്ല. അല്ല, ഇത് കാണുന്നവർ എന്താ ജനറൽ സെക്രട്ടറി ഒന്നും പറയാത്തതെന്ന് ചോദിക്കും. അതുകൊണ്ട് ഞാൻ വിശദാംശത്തിലേക്ക് ഞാൻ പോകുന്നില്ല. അങ്ങനെയുള്ള അടിസ്ഥാന സൗകര്യ വികസനം 1,00,000 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ് ബഡ്ജറ്റ് എന്നല്ലാതെ പണം കിഫ്ബി വഴി സമാഹരിച്ചുകൊണ്ട് നേടിയെടുക്കാൻ കഴിഞ്ഞത്. ലോക നിലവാരത്തിലുള്ള സ്കൂളുകളും കോളേജുകളും ആശുപത്രികൾ. അപ്പം ഇങ്ങനെയെല്ലാം ചെയ്ത ഇവിടെ ഭരണത്തുടർച്ച, ഈ നയങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ഉണ്ടാവും എന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അത് ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ വളർച്ചയ്ക്കും മുന്നേറ്റത്തിനും വലിയ ഒരു ഘടകമായിട്ട് പ്രവർത്തിക്കുമെന്ന് ഞങ്ങൾ കരുതുന്നു. പക്ഷേ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഈ ഭരണം മാത്രമല്ല,
ജനങ്ങളുടെ പ്രശ്നങ്ങൾ ഏറ്റെടുത്തുകൊണ്ടുള്ള സമരങ്ങൾ, ഇടപെടലുകൾ പ്രധാനമാണ്. പക്ഷെ അത് വളരെ കുറഞ്ഞു പോയില്ലേ? അതാണ് ഇതൊരു സമര പാർട്ടിയായിരുന്നു. ഇന്ന് ഏത് രംഗത്താണ് പാർട്ടി ഒരു സമരരംഗത്ത്? അതാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ മുഖ്യധാരാ മാധ്യമങ്ങൾ പലപ്പോഴും കണ്ണ് തിരിച്ചു പിടിക്കുകയാണ്. പാർട്ടി കോൺഗ്രസ് കഴിഞ്ഞതിന് ശേഷം മഹാരാഷ്ട്രയിൽ 50,000 കേരളത്തിന്റെ കാര്യമാണ് ഇലക്ഷൻ കേരളത്തിൽ ജനങ്ങളുടെ പ്രശ്നങ്ങൾ ഏറ്റെടുത്തുകൊണ്ടുള്ള സമരങ്ങളും ആ പ്രശ്നങ്ങളെ ഏറ്റെടുക്കാനും അംഗീകരിക്കാനും തയ്യാറുള്ള ഗവൺമെന്റും ഉണ്ടല്ലോ. താങ്കള് SF-ന്റെയും DYFIയുടെയും നേതാവായിട്ട് കയറി വന്ന ആളാണ്. അന്ന് കാലത്ത് SF-ഉം DYFIയും ഒക്കെ നടത്തിയ സമരങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഇന്ന് അവരൊന്നും സമരരംഗത്തില്ല. താങ്കളെ AK സെന്ററിൽ വെച്ച് പോലീസ് ഉദ്യോഗസ്ഥൻ ഉപദ്രവിച്ചതിൻ്റെയൊക്കെ ഇതൊക്കെ നമുക്കറിയാവുന്നതാണ്. അപ്പോൾ അന്ന് നടത്തിയ ഒരു പോരാട്ട വീര്യം ഇന്ന് ഒരുപക്ഷെ പ്രതിപക്ഷം ഏറ്റെടുത്തിരിക്കുന്നു എന്ന് സംശയിക്കുന്നവരുണ്ട്. അല്ല, ആ പോരാട്ട വീര്യം DYFIയിലും SF-യിലും പാർട്ടിയിലും കർഷക തൊഴിലാളി പ്രസ്ഥാനത്തിലും CATUവിലും എല്ലാം ഉണ്ട്. കേരളത്തിൽ ഉൾപ്പെടെയാണല്ലോ നരേന്ദ്രമോദി ഗവൺമെൻറ്റിൻ്റെ തൊഴിലാളി വിരുദ്ധവും കർഷക വിരുദ്ധവും മൻരേഖ പോലുള്ളവ ജനക്ഷേമ പദ്ധതികൾ അട്ടിമറിക്കുന്നതുമായിട്ടുള്ളതിനെതിരായി ഫെബ്രുവരി 12 കേരളം ഉൾപ്പെടെ ഇന്ത്യയിൽ മുഴുവൻ സമരം നടന്നല്ലോ. ഞാൻ പറയാൻ ശ്രമിക്കുന്നത് കേരളത്തിൽ ഉൾപ്പെടെ നടന്നു. ഇപ്പോൾ ഈ മാർച്ച് മാസം 24-ാം തീയതി ഡൽഹിയിൽ നടന്ന ജനാക്രോശ് റാലി, അതിൻ്റെ മുന്നോടിയായി ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ ഉത്തരേന്ത്യയിലെ 13 സംസ്ഥാനങ്ങളിൽ, ജാർഖണ്ഡ് മുതൽ ജമ്മു കാശ്മീർ വരെ, ഗുജറാത്ത് മുതൽ ഉത്തരാഖണ്ഡും ഹിമാചൽ പ്രദേശും വരെയുള്ള സംസ്ഥാനങ്ങളിൽ താരതമ്യേന പാർട്ടിക്ക് വലിയ സ്വാധീനമില്ലാത്ത ഇടങ്ങളിൽ 10,000-കണക്കിന് ജനങ്ങൾ, 1.25 ലക്ഷം ജനങ്ങൾ പങ്കെടുത്ത 10 ലക്ഷം ഹാൻഡ് ബില്ലുകൾ വിതരണം ചെയ്ത പ്രവർത്തനം, PB മെമ്പർമാരും CC മെമ്പർമാരും ജനങ്ങൾക്കിടയിലേക്ക്, ഗലികളിലേക്ക്, സ്ലമ്മുകളിലേക്ക് പോയി അവരുടെ കൂടെ ജീവിച്ച് അവരോടൊപ്പം ഭക്ഷണം കഴിച്ച് അവരുടെ പ്രശ്നങ്ങൾ കേട്ട് അവരോട് പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞ് നടത്തിയൊരു പ്രവർത്തനം. അതിൻ്റെ സമാപനമായിട്ടാണ് രാംലീല മൈതാനത്തെ ഒരു ചുവപ്പ് തടാകമാക്കി മാറ്റിയ വലിയൊരു മൊബിലൈസേഷൻ ഉണ്ടായത്. പക്ഷേ നമ്മുടെ മാധ്യമങ്ങൾ അതിനെ വേണ്ട പോലെ കണ്ടില്ല. അപ്പോൾ ഇത്തരം സമരങ്ങളിലൂടെ കൂടിയാണ് പാർട്ടി മുന്നോട്ട് പോകുന്നത്. സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് വിജയങ്ങൾ വേണം, അതിലൂടെ മാത്രമല്ല. 2 ചോദ്യം കൂടി. ഒന്ന്, ഈ യു പ്രതിഭ MLA അവർക്കെതിരെ ഉയർന്നു വന്നപ്പോൾ നിങ്ങൾ വനിതകളെ ഇത് ചെയ്യുന്നു, ആണധികാരം പ്രയോഗിക്കുന്നു, ആ പരാമർശങ്ങൾ കേരള ഈ തെരഞ്ഞെടുപ്പിൽ എന്ത് തരത്തിലാണ് നിങ്ങൾ കാണുന്നത്? അതൊരു ഒറ്റപ്പെട്ട സംഭവമായിരിക്കാം, പക്ഷേ എന്നാൽ പോലും യു പ്രതിഭ എന്ന ഒരു UDF പ്രതിനിധാനം ചെയ്യുന്ന സംസ്കാരം യഥാർത്ഥത്തിൽ നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ, UDFൻ്റെ നായക പാർട്ടിയായ കോൺഗ്രസിൻ്റെ കേരളത്തിലെ ഏറ്റവും വലിയ നേതാക്കന്മാർ പരസ്പരം സംബോധന ചെയ്യാറുള്ളത് എന്താണെന്ന് നമ്മുടെ സമൂഹത്തിൽ ചർച്ച ചെയ്യപ്പെട്ടതല്ലേ. അപ്പം അത്തരമുള്ള ഭാഷാപ്രയോഗ സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ടാണ് പക്ഷെ അവർക്കെതിരെ നടപടിയെടുത്തു. യു പ്രതിഭയ്ക്കെതിരായിട്ട് പറഞ്ഞ ആളെ അവർ പുറത്താക്കി. അല്ല, അത് നല്ലത്, അത് വളരെ നല്ലത്. പക്ഷേ ഈ സംസ്കാരമാണ് അവിടെ നിലനിൽക്കുന്നത് എന്നുള്ളതാണ്. അതിൻ്റെ ഒരുപാട് ഉദാഹരണങ്ങൾ ഞാൻ പറയുന്നില്ല. കേരളീയ സമൂഹം ഒന്നടങ്കം ഇത്തരത്തിലുള്ള സ്ത്രീവിരുദ്ധമായ പരാമർശങ്ങൾ, ആ സ്ത്രീവിരുദ്ധമായ പരാമർശങ്ങൾ പരസ്യമായി പലരും നടത്താതിരിക്കുമ്പോൾ തന്നെ ഇത്തരമുള്ള മനോഭാവം പലരുടെയും മനസ്സിൽ കിടക്കുന്നുണ്ട്. സ്ത്രീകളെക്കുറിച്ച് എന്തും പറയാം, സ്ത്രീകൾ പൊതുപ്രവർത്തന രംഗത്തേക്ക് വന്നാൽ ഉടനെ അവരെക്കുറിച്ച് എന്ത് കെട്ടുകഥയും പ്രചരിപ്പിക്കാം. ഇതൊരു നമ്മുടെ സമൂഹത്തിലെ ഒരു പൊതു പ്രവണതയാണ്. അതിനെതിരായിട്ട് നമ്മൾ ജാഗ്രത പാലിക്കണം. അതിനെക്കുറിച്ച് മുഖ്യമന്ത്രി പറഞ്ഞപ്പോൾ പ്രതിപക്ഷ നേതാവ് പറഞ്ഞത്, മുഖ്യമന്ത്രി കണ്ണാടി സ്വയം നോക്കിയാൽ മതി, സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമത്തിൽ CPMൻ്റെ നേതാക്കൾ ഉൾപ്പെട്ട കേസിലെടുത്ത നിലപാടുകൾ, PT കുഞ്ഞുമോൻ അടക്കമുള്ള കേസുകളിലെടുത്ത നിലപാടുകൾ എന്താണെന്ന് പരിശോധിച്ചാൽ മതി എന്നുള്ള പറഞ്ഞൊരു തിരിച്ചൊരു മറുപടി ഉണ്ടായിരുന്നു. ഒരുപക്ഷെ പഴയ പോലെ ഈ CPM ഇങ്ങനെയുള്ള സംഭവങ്ങൾ വേണ്ടത്ര പ്രതികരിക്കുന്നില്ല എന്നുള്ളൊരു ആക്ഷേപം പൊതുമണ്ഡലത്തിലും പ്രതിപക്ഷത്തിൻ്റെ ഇടയിലും നിലനിൽക്കുന്നുണ്ട്. PT കുഞ്ഞുമോൻ്റെ വിഷയത്തിൽ കേസ് ചാർജ് ചെയ്തു, അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു, അദ്ദേഹത്തിന് ജാമ്യം കിട്ടി, അദ്ദേഹം പോയി. അദ്ദേഹത്തെ സംരക്ഷിക്കുന്നതിനുള്ള യാതൊരു തിരിച്ചവർ പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആരോപണം ഉണ്ടായപ്പോൾ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി മാറ്റി നിർത്തിയെന്നാണ് പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെടുന്നത്. അദ്ദേഹം പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെട്ടെങ്കിലും UDFൻ്റെ പ്രധാനപ്പെട്ട പ്രചാരകനായി ഒരു സ്ഥാനാർത്ഥിയെ ആലിംഗനം ചെയ്തിട്ട് സ്ഥാനാർത്ഥിക്ക് വേണ്ടി വോട്ടഭ്യർത്ഥിച്ച ദൃശ്യം നിങ്ങളെല്ലാം കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അതെല്ലാം ഒരു നാടകം മാത്രമായിട്ട് ഞാൻ കാണുന്നുള്ളൂ. എന്തായാലും ഇതിനെക്കുറിച്ച് പറയാം. ലോക പൊതുവിൽ ആണധികാര പ്രമത്തമാണ്. അമേരിക്കയിൽ ഒരു വനിത പ്രസിഡൻ്റാകാൻ നേരിയൊരു അവസരം ഹിലാരി ക്ലിന്റന് കിട്ടിയപ്പോൾ എല്ലാവരും കൂടെ ചേർന്നത് പരാജയപ്പെടുത്തി. കമലാ ഹാരിസിൻ്റെ അടുത്ത് വന്നപ്പോഴും പോയല്ലോ. പോയി.
അപ്പം ലോകം പുരുഷാധിപത്യപരമാണ്, ഇന്ത്യ പുരുഷാധിപത്യപരമാണ്, പൊതുവിൽ പുരോഗമനപരമെന്ന് പറയുന്ന കേരളവും പുരുഷാധിപത്യപരമാണ്. അതുകൊണ്ട് ഈ പ്രശ്നം താങ്കൾ ഉന്നയിച്ചതിന് ഞാൻ നന്ദി പറയുകയാണ്. നമ്മുടെ സമൂഹം ഗൗരവമായിട്ട് ഇത് ചർച്ച ചെയ്യണം. താങ്കൾ CPM ജനറൽ സെക്രട്ടറി ആയിരിക്കുമ്പോൾ തന്നെ ഒരുപക്ഷെ ഇന്ത്യയിൽ നിന്ന് ആഗോള തലത്തിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളുമായിട്ട് ഏറ്റവും കൂടുതൽ ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരാളാണ്. ഒരുപക്ഷെ താങ്കളുടെ പ്രിയപ്പെട്ട രാജ്യം ഏതാണെന്ന് ചോദിച്ചാൽ ഞാൻ പറയും ക്യൂബയാണെന്ന് പറയും. ക്യൂബ മുകുന്ദനൊക്കെ ഇവിടെ കഥാപാത്രങ്ങൾ ചർച്ച ചെയ്യപ്പെട്ടതാണ്. ഫിഡൽ കാസ്ട്രോ പോലുള്ള ലോക നേതാക്കളുമായിട്ട് വളരെ അടുപ്പമുണ്ടായിരുന്ന ആളാണ് താങ്കൾ. ഇപ്പോൾ ക്യൂബയെ കയറി ആക്രമിക്കുന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിരിക്കുക, കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ ലോകമെമ്പാടും, ഇപ്പോൾ ചൈന പോലും വേണ്ടത്ര അതിനെക്കുറിച്ച് പ്രതികരിച്ചതായി കണ്ടില്ല. ഈ ലോകമെമ്പാടുമുള്ള കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളുടെ ഇപ്പോഴത്തെ ഒരു വലതുപക്ഷ, ഇപ്പോൾ ട്രംപിനെ പോലുള്ള അല്ലെങ്കിൽ വലതുപക്ഷ ഒരു വരുന്നൊരു കാലത്ത് വളരെയധികം മങ്ങിപ്പോയിട്ടുണ്ടോ? യഥാർത്ഥത്തിൽ വെനസ്വേലയ്ക്കെതിരായിട്ടുള്ള ട്രംപിൻ്റെ നീക്കം ക്യൂബയുടെ ഇന്ധന അവിടെ ഇരുട്ടിലാണ് ക്യൂബ. അതെ, വളരെ ഗുരുതരമായ അവസ്ഥയാണ് ക്യൂബയിലുള്ളത്. അപ്പോൾ ഈ വിഷയം കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ചർച്ച ചെയ്യുന്നുണ്ട്. യഥാർത്ഥത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ ഒരു യോഗം ഏപ്രിൽ അവസാനമോ മെയ് മാസമോ ഇസ്താൻബൂളിൽ കൂടാൻ പോവുകയാണ്. ഈ വിഷയം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ CPIMൻ്റെ പ്രതിനിധിയും അവിടെ പോകുന്നതാണ്. ചൈന ഈ സാഹചര്യം നേരിടാൻ ചൈനയും റഷ്യയിൽ മുതലാളിത്ത വ്യവസ്ഥയാണുള്ളത്. പക്ഷേ ക്യൂബയുമായി റഷ്യയ്ക്ക് പിന്നെ പല മേഖലയിലും സഹകരണമുണ്ട്. അപ്പോൾ ക്യൂബയുടെ ഇന്നത്തെ ഈ വലിയ ആന്തരിക പ്രതിസന്ധി, രാജ്യത്തിനുള്ളിലുള്ള പ്രതിസന്ധി, ഇന്ധനമില്ല, ആശുപത്രികളിലെ റെഫ്രിജറേറ്ററിൽ സൂക്ഷിക്കേണ്ട മരുന്നുകൾ സൂക്ഷിക്കാൻ വിദ്യുച്ഛക്തിയുടെ ആവശ്യമുണ്ട്. ഇതിനെ സംബന്ധിച്ചുള്ള റിപ്പോർട്ടുകൾ ഞങ്ങൾക്ക് ഡൽഹിയിൽ കിട്ടുന്നുണ്ട്, ക്യൂബൻ അംബാസഡറിൽ നിന്ന് കിട്ടുന്നുണ്ട്. അപ്പം ട്രംപ് ഇങ്ങനെ ചിരിച്ചുല്ലസിക്കുകയാണ്. ക്യൂബ താമസിയാതെ എൻ്റെ കയ്യിലേക്ക് വരും, ഞാൻ ക്യൂബയുടെ പിന്നെ പ്രസിഡന്റ് വേണമെങ്കിൽ ക്യൂബ എനിക്ക് ഏറ്റെടുക്കാം, ക്യൂബ ഈസ് ഫാളിങ് ടു മീ. എന്നിട്ട് മാർക്കോ റൂബിയോ എന്ന് പറയുന്ന പിന്നെ സെക്രട്ടറി ഫോർ സ്റ്റേറ്റ്, അദ്ദേഹം ക്യൂബൻ വംശബന്ധമുള്ള ആളാണ് എന്നാണ് അവകാശപ്പെടുന്നത്. അപ്പം മേ ബി ഐ വുഡ് സെൻഡ് റൂബിയോ ആസ് ദി പ്രസിഡന്റ് ഓഫ് ക്യൂബ. ഇത്തരത്തിൽ ലോകം വ്യത്യസ്ത സ്വതന്ത്ര പരമാധികാര രാഷ്ട്രങ്ങൾ ചേർന്നതാണെന്ന് അംഗീകരിക്കാത്തൊരു സമീപനം അമേരിക്കൻ പ്രസിഡന്റ് ഭാഗത്തു നിന്നുണ്ടാകുന്നുണ്ട്. അവർ ക്യൂബയെയും ലക്ഷ്യം വെക്കുന്നുണ്ട്. വളരെ അസ്വസ്ഥജനകമായൊരു സാഹചര്യമാണ്. എന്ന് മാത്രമല്ല, ഇപ്പോൾ പശ്ചിമേഷ്യയിൽ ഇറാനിൽ ഇപ്പോൾ ഫലത്തിൽ യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് ട്രംപ് പറഞ്ഞിരിക്കുന്നത് നരേന്ദ്രമോദിയെ പ്രശംസിച്ചുകൊണ്ടാണ്. മോദിയും ഞാനും നല്ല നേതാക്കളാണ് എന്നുള്ള തരത്തിലാണ് ഇന്ത്യയുടെ ഈ തരത്തിലുള്ള നിലപാടിനെ. പക്ഷേ ഇന്ത്യയുടെ ഇത് പറയുന്നത് ഇറാനുമായിട്ടും ഇസ്രായേലുമായിട്ടും നമുക്ക് ഒരുപാട് ബന്ധമുണ്ട്, അതുകൊണ്ട് പാചകവാത പ്രശ്നമുണ്ടായപ്പോൾ ചൈനയും പാകിസ്ഥാനും റഷ്യയ്ക്ക് അനുവദിക്കുന്ന പോലെ ഇന്ത്യയെയും കടത്തിവിടാൻ ഇറാൻ തയ്യാറാവുന്നു. ഇറാനിലെ യുദ്ധക്കപ്പലിന് ഇവിടെ സംരക്ഷണം കൊടുത്തിരിക്കുന്നു. ഒരു ഭാഗത്ത് ഇറാനെയും, ചബഹാർ പോർട്ടുണ്ട് ഇന്ത്യയുടെ, അപ്പോൾ ഒരു ഭാഗത്ത് ഇറാനെയും മറുഭാഗത്ത് ഇസ്രായേലിനെയും ഒരുമിച്ച് നിർത്തുന്ന ഒരു പഴയ ചേരിചേരാ നയത്തെ അനുകൂലിക്കുന്നതാണ് ഇന്ത്യയുടെ നയം എന്നുള്ള രീതിയിൽ ജയശങ്കറിനെ പോലെ വിദേശകാര്യമന്ത്രിമാർ പറയുന്നുണ്ട്. താങ്കൾ എന്താണ് ഇതിനെ കാണുന്നത്? ഇക്കാര്യത്തിൽ ജയശങ്കറിനെ പോലുള്ളവർ പല വാദങ്ങളും ഉയർത്തുന്നുണ്ട്. എന്നാൽ ഇന്ത്യയുടെ സ്വതന്ത്ര പരമാധികാര രാഷ്ട്രമായിട്ടുള്ള നിലനിൽപ്പിൻ്റെ കാലത്ത് എന്നും പിന്തുടർന്നു പോന്നിട്ടുള്ളത് ലോകം ഒരു സൗത്തും നോർത്തുമായിട്ടൊരു വിഭജനമുണ്ട്. മുൻ സാമ്രാജ്യത്വ രാജ്യങ്ങൾ നോർത്തും മുൻ കോളനി രാജ്യങ്ങൾ സൗത്തും എന്നുള്ള പിന്നെ സങ്കല്പമുണ്ട്. ചേരിചേരാ ലോകം അല്ലെങ്കിൽ മുൻ കോളനി രാജ്യങ്ങൾ, ആ രാജ്യങ്ങൾക്കിടയിലുണ്ടായിരുന്ന ഒരു ഐക്യദാർഢ്യവും അതിലെ ഒരു നേതൃത്വ രാഷ്ട്രവുമായിരുന്നു ഇന്ത്യ. വളരെ വളരെ അഭിമാനകരമായ ആവേശകരമായ ചരിത്ര കാലഘട്ടവും സമീപനത്തിൻ്റെ കാലഘട്ടവും വേണ്ടെന്ന് വെച്ചുകൊണ്ട് അമേരിക്കയുടെയും ഇസ്രയേലിൻ്റെയും ഇച്ഛയ്ക്കൊത്ത് ചലിക്കുന്ന ഒരു രാഷ്ട്രമായി, അമേരിക്കയുടെ ഒരു സാമന്ത രാഷ്ട്രമായി ഇന്ത്യ മാറുകയാണ്. അമേരിക്ക പറയുകയാണ് റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങാൻ പാടില്ല. അങ്ങനെ പറഞ്ഞിരുന്ന അതനുസരിച്ച് വാങ്ങാതിരിക്കുന്നു ഇന്ത്യ. അപ്പോൾ പറയുകയാണ് ഒരു മാസക്കാലത്തേക്ക് നിങ്ങൾക്ക് എണ്ണ വാങ്ങാം. അന്ന് ഒരു കാർട്ടൂൺ വന്നു, നമുക്ക് പെട്രോളിൽ നിന്ന് പിന്നെ ഡീസലും പെട്രോളും അടിക്കാൻ അമേരിക്കയുടെ അനുമതി വാങ്ങേണ്ടി വരുമോ ഇന്ത്യയിൽ? അപ്പോൾ അത്തരത്തിൽ അപഹാസ്യമായൊരവസ്ഥയിലേക്ക് പോയപ്പോൾ അതിനെല്ലാം കീഴടങ്ങി നിന്നു നരേന്ദ്രമോദി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇന്ത്യയുടെ സുപരീക്ഷിതമായ
മൂന്നാം ലോക രാജ്യങ്ങളുടെ ഐക്യദാർഢ്യം എന്നുള്ള സമീപനം, ഇറാൻ ഒരു മൂന്നാം ലോക രാഷ്ട്രമാണ്, ഐക്യദാർഢ്യം എന്നുള്ള നിലപാട് ഉപേക്ഷിച്ചു. ആ രാജ്യത്തെ ഒരു കാരണവും കൂടാതെ ആക്രമിക്കുകയാണ്. ഇറാൻ ഇസ്രായേലിനെ ആക്രമിച്ചില്ല, ഇറാൻ അമേരിക്കയെ ആക്രമിച്ചില്ല. UN ചർച്ച ചെയ്തിട്ട് ഇറാനെതിരായിട്ട് എന്തെങ്കിലും നടപടിയെടുക്കാം എന്നൊരു പ്രമേയം പാസ്സാക്കിയിട്ടില്ല. ട്രംപിനും നെതന്യാഹുവിനും തോന്നിയപ്പോൾ ഇറാനെ കടന്നാക്രമിക്കുന്നത് മാത്രമല്ല, ഇറാൻ്റെ നേതൃത്വത്തെ ടാർഗറ്റ് ചെയ്തിട്ട് പ്രിസിഷൻ കില്ലിങ്, സൂക്ഷ്മമായി ഒരാൾ എവിടെ ഉണ്ടെന്ന് കണ്ടുപിടിച്ച് അവരെ വധിക്കാനുള്ള സാങ്കേതിക വിദ്യ അമേരിക്കയും ഇസ്രായേലും ചേർന്ന് വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ജെയിംസിനെ എന്നെയും കൊല്ലണം എന്ന് അവർ തീരുമാനിച്ചിരുന്നേ കൊല്ലാനൊരു ബുദ്ധിമുട്ടില്ല. നമ്മൾ ഇവിടെ നിന്ന് ഈ ചർച്ച നടത്തുന്നവർക്ക് കാണാം, അവർക്ക് മനസ്സിലാക്കാൻ കഴിയും. അത്തരം സാങ്കേതിക വിദ്യ ഇന്നുണ്ട്. ആ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ട് ഇറാൻ്റെ ആഭ്യന്തര രാഷ്ട്രീയ നേതൃത്വത്തെ കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് അവർ പറയുകയാണ്, ഇന്ന ആളുകളെ കൊല്ലാൻ ഞങ്ങൾ തൽക്കാലം ഉദ്ദേശിക്കുന്നില്ല, വിദേശകാര്യമന്ത്രിയെ കൊല്ലാൻ ഇപ്പോൾ ഉദ്ദേശിക്കുന്നു, പാർലമെന്ററി സ്പീക്കറെയും ഏതൊരു ലോകത്താണ് ഇത്തരമൊരു സമയത്ത് മിണ്ടാതിരിക്കുന്ന നരേന്ദ്രമോദി ഇന്ത്യയെ അവമാനിക്കലാണ്, ഇന്ത്യയുടെ ദേശീയ നേതൃത്വത്തെ പക്ഷേ നരേന്ദ്രമോദിയെ തിരുത്താൻ ഇവിടുത്തെ പ്രതിപക്ഷ പാർട്ടികൾക്ക് കഴിയുന്നില്ല എന്നുള്ളതും കൂടിയില്ല. അതിനൊരു കാരണം അത്തരം നിലപാടെടുക്കേണ്ട കോൺഗ്രസിൻ്റെ 2 വർക്കിംഗ് കമ്മിറ്റി മെമ്പർമാർ ശശി തരൂരും മനീഷ് തിവാരിയും ഈ RSSൻ്റെ അജണ്ട നരേന്ദ്രമോദി നടപ്പാക്കുന്നത് അമേരിക്കയ്ക്കും നെതന്യാഹുവിൻ്റെ ഇസ്രയേലിനും അനുകൂലമായ നാണംകെട്ട നിലപാട് ഇന്ത്യ ഗവൺമെൻറ് പിന്തുടരുന്നതിനെ വളരെ സൈദ്ധാന്തികമായ വാചാടോപം കൊണ്ട് ന്യായീകരിച്ച് ലേഖനം എഴുതുകയാണ്. കോൺഗ്രസിന് നയമില്ല. ഇപ്പം ശശി തരൂർ തന്നെയാണല്ലോ ഇന്ത്യക്ക് കിട്ടിയ അവസരം നഷ്ടപ്പെട്ടു, പാകിസ്ഥാൻ ഇത് കൊണ്ടുപോയത് ഇന്ത്യയുടെ വീഴ്ചയാണ് എന്നുള്ള രീതിയിൽ ഇന്നലെ പറഞ്ഞല്ലോ. അതെ അതെ. അപ്പോൾ പൂർണ്ണമായിട്ടും മനീഷ് തിവാരി പറഞ്ഞു. ഇത് യഥാർത്ഥത്തിൽ ഇന്ത്യയെ കുറ്റപ്പെടുത്തിക്കൊണ്ടാണല്ലോ ഇന്ത്യക്ക് കിട്ടിയ ഒരു സുവർണാവസരം മധ്യസ്ഥ വഹിക്കാൻ. അങ്ങനെ ചില വാചകങ്ങൾ പറയുന്നത് ഒഴിച്ചാൽ മൊത്തത്തിൽ നരേന്ദ്രമോദിയും ജയശങ്കറും എടുക്കുന്ന സാമ്രാജ്യത്വ അനുകൂല വിദേശ നയത്തെ ന്യായീകരിക്കുകയാണ് ശശി തരൂരും മനീഷ് തിവാരിയും ചെയ്യുന്നത്. അത് കോൺഗ്രസിലെ ഇതിന്റെ ഭാഗമായിട്ടാണോ? കോൺഗ്രസ് കൂടെ തീരുമാനിച്ചിട്ടാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. സോണിയാഗാന്ധി ഹിന്ദുവിലൊരു ലേഖനം എഴുതി, ഈ സാഹചര്യത്തിൽ ഇന്ത്യയുടെ വിദേശ നയം അവ്യക്തമായി തുടരുന്നത് ന്യായീകരിക്കാൻ പറ്റുന്നതല്ല എന്നൊരു ലേഖനം സോണിയാഗാന്ധി. മാത്രമല്ലോ, ഇറാന്റെ പരമാധികാരിയെ, ഒരു രാജ്യത്തിന്റെ പരമാധികാരിയെ പോയി കൊലപ്പെടുത്തിയത് ഇന്ത്യ അപലപിക്കണമെന്ന് സോണിയാഗാന്ധി ആവശ്യപ്പെട്ടുകൊണ്ട് രംഗത്തിറങ്ങി. ഒരു ലേഖനത്തിലാണ് സോണിയാഗാന്ധി ഈ കാര്യങ്ങൾ പറഞ്ഞത്. പക്ഷേ കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി ഒരു പ്രമേയം പാസ്സാക്കുകയോ ഒരു പ്രതിഷേധം അറിയിക്കുകയോ ചെയ്തില്ല. ഇത്തരം വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ഡൽഹിയിൽ വിശാലമായൊരു യോഗം ഞങ്ങൾ വിളിച്ചു ചേർത്തു. ഇടതുപക്ഷ ഇതര പാർട്ടികൾ, പിന്നെ വെനസ്വേലയിലെ ആക്രമണം ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ തമിഴ്നാട്ടിൽ നിന്നുള്ള DMKയുടെയും അവിടുത്തെ സംസ്ഥാന പാർട്ടികളുടെയും നേതാക്കന്മാരടക്കം അതിൽ പങ്കെടുത്തു. പിന്നെ ഡൽഹിയിലുള്ള നമ്മുടെ അഖിലേഷ് യാദവിന് വരാൻ പറ്റാത്തതുകൊണ്ട് അദ്ദേഹത്തിന് സന്ദേശം കിട്ടി. പിന്നെ RJDയുടെ നേതാവ് മനോജ് ഝാ, രാജ്യസഭാ മെമ്പർ മനോജ് ഝാ പങ്കെടുക്കാൻ സമ്മതിച്ചതാണ്. അദ്ദേഹത്തിൻ്റെ അച്ഛൻ AMSൽ ചികിത്സയിൽ ഗുരുതരാവസ്ഥയിലായതുകൊണ്ട് അദ്ദേഹത്തിന് വരാൻ കഴിഞ്ഞില്ല. അദ്ദേഹം സന്ദേശം അയച്ചു. പക്ഷേ കോൺഗ്രസിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു പ്രതികരണവുമില്ല, സന്ദേശമില്ല, വരാം ആലോചിക്കട്ടെ എന്ന് പറഞ്ഞതല്ലാതെ വന്നില്ല. അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ ഫലത്തിൽ മോഡി ഗവൺമെൻറ്റിന് സഹായകമായ നിലപാട് AICC നേതൃത്വം പോലും പിന്തുടരുന്നു എന്നുള്ള ഒരു ദയനീയ അവസ്ഥ ഇപ്പോഴുണ്ട്. ഏറ്റവും ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഇപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിന്ന് വിഭിന്നമായി, അല്ലെങ്കിൽ ലോക്കൽ തെരഞ്ഞെടുപ്പിലും ന്യൂനപക്ഷങ്ങളുടെ ഒരു കൺസോളിഡേഷൻ UDFന് അനുകൂലമായിട്ടുണ്ടായിട്ടുണ്ടെന്നൊരു ഇതുണ്ട്. ആ സമയത്ത് CPMൻ്റെ നിലപാടുകൾ ന്യൂനപക്ഷത്തിന് അനുകൂലമായൊരു നിലപാട് കൂടിയായിരുന്നു. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ ഒരു മൃദു ഹിന്ദുത്വ നിലപാട് CPM സ്വീകരിക്കുന്നു. SNDPയുടെ വെള്ളാപ്പള്ളി നടേശൻ, NSS ഇവരോടൊക്കെ ഒരു മൃദു സമീപനവും ഈ ന്യൂനപക്ഷങ്ങൾക്ക് അത്ര കൂടെ കൂട്ടാത്ത, അല്ലെങ്കിൽ അവരെ ഒരുമിച്ച് കൊണ്ടുപോകുന്ന പഴയ ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ടൊരു ഷിഫ്റ്റ് CPMൻ്റെ നിലപാടിൽ ഉണ്ടായിരിക്കുന്നു എന്നുള്ളതുണ്ട്. അതാണ് യഥാർത്ഥത്തിൽ ഈ RSSുമായിട്ടുള്ള ബന്ധം, ഒരു ഡീൽ എന്നുള്ള പ്രചരണത്തിലേക്ക് കൂടി കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ കാറിൽ വെള്ളാപ്പള്ളി നടേശൻ കയറിയതടക്കമുള്ള കാര്യങ്ങളിൽ, ശബരിമലയിൽ എടുത്തിട്ടുള്ള ഷിഫ്റ്റ് ഓഫ് സ്റ്റാൻഡ്, ഇതെല്ലാം വെച്ചിട്ട് 87-ൽ EMS എടുത്ത നിലപാടുമായിട്ട് താരതമ്യം ചെയ്യല്ല. ഈ പാലായിലെ പാതിരിമാരും മറ്റേ മലബാറിലെ കോയമാരെന്നൊക്കെ പറഞ്ഞൊരു മുദ്രാവാക്യം തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു ന്യൂനപക്ഷ വിരുദ്ധ ഒരു നിലപാടെടുക്കുകയും എന്നാൽ ഒരു സെക്യുലർ പൊളിറ്റിക്സിൻ്റെ ഇത് ചെയ്യുകയും ചെയ്ത് 87-ൽ ആരും പ്രതീക്ഷിക്കാത്ത വിധം കരുണാകര സർക്കാരിനെ അട്ടിമറിച്ചുകൊണ്ട് ഒരുപക്ഷെ എല്ലാവരും പറഞ്ഞിരുന്നത് കരുണാകരൻ വീണ്ടും വരുമെന്നാണ്.
ഇടതുപക്ഷ അധികാരത്തിൽ വന്നു. ഒരുപക്ഷെ ആ തരത്തിൽ ഒരു സ്ട്രാറ്റജി, അടവ് നയം ഇക്കാര്യത്തിൽ പാർട്ടി സ്വീകരിക്കുന്നുണ്ടോ? പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം മതവിശ്വാസത്തോടും ആചാരങ്ങളോടുമൊക്കെ വ്യക്തമായ ഒരു സമീപനമുണ്ട്. പാർട്ടി ഏത് തരത്തിലുള്ള വിശ്വാസത്തെയും ആ വിശ്വസിക്കാനുള്ള സ്വാതന്ത്ര്യത്തെയും അവകാശത്തെയും ആദരിക്കുകയാണ്. പാർട്ടി നേതൃത്വത്തിൽപ്പെട്ടവർക്ക് അവരുടെ സൈദ്ധാന്തികമായ നിലപാടുണ്ടാവും. ഏതെങ്കിലും ജാതീയ വർഗീയ ശക്തികളുമായി സമരസപ്പെടുക, അവരോട് ഒത്തുതീർപ്പിലേക്ക് എത്തുക എന്നുള്ളത് CPIM ഒരു കാലത്തും പിന്തുടരാവുന്ന സമീപനമേ അല്ല. ഓരോ സമയത്തും ഉയർന്നു വരുന്ന ഭീഷണികളുടെയും അതിൻ്റെ ഗൗരവത്തെയും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അത്തരം വർഗീയ ജാതീയ കൂട്ടായ്മകൾക്കെതിരായ നിലപാടെടുക്കും. പാർട്ടിയുടെ ബറ്റിണ്ട കോൺഗ്രസ് പോലെയാണ്. ഭൂരിപക്ഷ വർഗീയതയും ന്യൂനപക്ഷ വർഗീയതയും ഒരുപോലെ എതിർക്കപ്പെടണം. കേരളത്തിൽ ഈഴവർക്കൊരു പാർട്ടി ഉണ്ടായിരുന്നു, സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ പാർട്ടി, SRP. നായന്മാർക്കൊരു പാർട്ടി ഉണ്ടായിരുന്നു, NDP. അവർ സംവരണത്തെ സംബന്ധിച്ച് പരസ്പര വിരുദ്ധമായ നിലപാടെടുത്തുകൊണ്ട് രൂപവൽക്കരിക്കേണ്ട പാർട്ടികളാണ്. ഈ രണ്ട് പാർട്ടികളും കോൺഗ്രസ് മുന്നണിയിലെ അംഗങ്ങളായിരുന്നു. ഇത് ചരിത്രത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ ജാതീയതയെ വളരെ മോശമായി വ്യതിയാനം സംഭവിച്ചിട്ടുണ്ട് ആ കാര്യത്തിൽ. പാലക്കാട് സമ്മേളനത്തിലൊക്കെ ഇന്ത്യൻ നാഷണൽ ലീഗിനെയൊക്കെ INL കൂട്ടിയതിനെതിരെ പാർട്ടി വലിയ ഇതിലായിട്ട് 9 നേതാക്കളെ നിങ്ങൾ പരാജയപ്പെടുത്തി. അങ്ങനെ ഇതിന്റെ പേരിൽ ഇന്ത്യൻ നാഷണൽ ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യൻ നാഷണൽ ലീഗ് അതിൻ്റെ സമീപനം, അതിൻ്റെ പരിപാടി മുസ്ലിം വിഭാഗത്തിൽപ്പെട്ടവരുടെ മാത്രം പാർട്ടിയല്ല. അങ്ങനെയാണ് ഇന്ത്യൻ നാഷണൽ ലീഗ് എന്നുള്ള പേര് തന്നെ ഉണ്ടാകുന്നത്. അപ്പോൾ അത് പ്രത്യേക വിഷയമാണ്. അപ്പോൾ ഞാൻ പറയുന്നത് UDFനെ സംബന്ധിച്ചിടത്തോളം ഏതു തരത്തിലുള്ള വർഗീയ ശക്തികളുമായിട്ടും സഹകരിക്കുന്നതിന് UDF മടി കാണിച്ചിട്ടില്ല. കഴിഞ്ഞ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൻ്റെ കാലത്തും അത് വ്യക്തമായിരുന്നു. പിന്നെ അനുവാദരഹിതമായി അതിനെ RSSനെ കുറിച്ച് പറയുമ്പം ന്യൂനപക്ഷ വിഭാഗങ്ങളിൽപ്പെട്ടവരുടെ തീവ്രവാദ സംഘടനയെക്കുറിച്ചും അത്രയും നേരം വിമർശിച്ചു പറയണം എന്നുള്ള അനുവാദരഹിതമായിട്ടുള്ള ഒരു രീതി ഞാൻ പിന്തുടരുന്നില്ല. അപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അധികാരത്തിലെത്താൻ ആരെയൊക്കെ ആയിട്ട് കൂട്ടുകെട്ടുണ്ടാക്കണം, അവസരവാദ സഖ്യം ഉണ്ടാക്കണം. CPIMനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല. അങ്ങനെ ഒരു മൃദുഹിന്ദുത്വ സമീപനത്തിൻ്റെ വിഷയമേ ഉത്ഭവിക്കുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നേരത്തെ പറഞ്ഞു, നമ്മുടെ RSSൻ്റെ മോഹൻ ഭഗത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധയോടുകൂടി ആക്രമിക്കേണ്ടതും തുറന്നു കാട്ടേണ്ടതും അവസാനിപ്പിക്കേണ്ടതും കമ്മ്യൂണിസ്റ്റുകാരെയാണ്. അവർ ചില പ്രദേശങ്ങളിലേക്ക് ഒതുങ്ങിയിട്ടുണ്ടാവാം എന്നുള്ള പ്രഖ്യാപന പിണറായി വിജയൻ്റെ തലയ്ക്ക് വില പറഞ്ഞ RSS നേതാവിൻ്റെ നിലപാട്. അപ്പോൾ എവിടെയാണ് ഒരു മൃദുഹിന്ദുത്വ സമീപനമോ ഇവരോട് സമരസപ്പെടാവുന്നതോ ആയിട്ടുള്ളൊരു സമീപനം ഉണ്ടാകുക? അത്തരമൊരു പ്രശ്നമേ അല്ല. എന്നാൽ എല്ലാ മതത്തിൽപ്പെട്ടവരെയും വ്യത്യസ്ത ജാതികളിൽപ്പെട്ടവരെയും CPIMൻ്റെയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെയും ഭാഗമായി വരാനും ഞങ്ങളെ പിന്താങ്ങാൻ വരാനും ഞങ്ങൾ അവരോടെല്ലാം അഭ്യർത്ഥിക്കും. സമുദായ സംഘടനാ നേതാക്കന്മാരോട് ഞങ്ങൾക്ക് പ്രത്യേകിച്ച് വിധേയത്വമില്ല, അവരെ അകറ്റി നിർത്തുന്ന സമീപനമില്ല, ആരോടെങ്കിലും പ്രത്യേക പ്രാധാന്യം ഓർക്ക് കൊടുത്തുകൊണ്ട് അവരെ എഴുന്നള്ളിച്ചുകൊണ്ട് നടക്കുന്ന സമീപനവുമില്ല. നമ്മുടെ സമൂഹത്തിലെ പ്രധാനപ്പെട്ട സംഘടനകളാണവർ. ആ നിലയിൽ അവർക്ക് കൊടുക്കേണ്ട ഒരു പ്രാധാന്യവും അംഗീകാരവും കൊടുക്കുക മാത്രമല്ല, പിന്നെ കാറിലെല്ലാം കയറുന്നത് ഒരുമിച്ചൊരു പോയിന്റിൽ നിന്ന് അടുത്ത പോയിന്റിലേക്ക് പോവുകയാണ്. അത്രേ ഉള്ളൂ. അതിനപ്പുറം എന്താ? പക്ഷെ അത് വലിയ ചർച്ചയാക്കുകയാണല്ലോ. അതാണ് ഞാൻ പറഞ്ഞത്. പിണറായി വിജയനും CPIM നേതൃത്വവും LDFും എന്തു ചെയ്താലും അതിനെ മുൻനിർത്തി ഒരു വികൃതവൽക്കരിച്ച് ആഖ്യാനം നടത്താനുള്ള ബോധപൂർവമായ ഒരു ശ്രമമുണ്ട്. അത് പിണറായി വിജയനോട് മാത്രമല്ലോ. ഇപ്പോൾ K കരുണാകരനെതിരെ, ഉമ്മൻചാണ്ടിക്കെതിരെ ഒക്കെ ഉണ്ട്. ആരാണ് ഭരണത്തിലിരിക്കുന്നത്? മാധ്യമ പ്രവർത്തനം തന്നെ ആൻറ്റി എസ്റ്റാബ്ലിഷ്മെൻ്റാണ്. ശ്രീ MA ബേബി അല്പം മനസ്സ് തുറന്ന് സംസാരിക്കുകയായിരുന്നു. പക്ഷേ തെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിൽ ഒരു പരിമിതി ഉണ്ടാവും അദ്ദേഹത്തിന്. അതുകൊണ്ട് ഒരു പക്ഷേ നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെയുള്ള മറുപടികൾ വന്നിട്ടുണ്ടാവില്ല. എന്തായാലും ശ്രീ MA ബേബി പല കാര്യങ്ങളിലും പാർട്ടിയുടെ നയം വ്യക്തമാക്കി. ശ്രീ MA ബേബിക്ക് പ്രത്യേകിച്ച് 24ൻ്റെ പേരിൽ ഹൃദയം നിറഞ്ഞ നന്ദി അർപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. വളരെ സന്തോഷം 24ൻ്റെ ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ എനിക്ക് അവസരം തന്നതിൽ. താങ്ക് യു. താങ്ക് യു. താങ്ക് യു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.